ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ഇന്ന് എത്തിയിരിക്കുന്നത് മുളക്കുളം ഗ്രാമപഞ്ചായത്തിലാണ്. നമുക്ക് ഈ സംവാദ പരിപാടി ആരംഭിക്കാം. ആദ്യം നമുക്ക് വിശിഷ്ട വ്യക്തികളെ സ്വാഗതം ചെയ്യാം. പഞ്ചായത്ത് പ്രസിഡന്റ് TK വാസുദേവൻ നായർ, പ്രതിപക്ഷത്തു നിന്നും ജെസ്സി കുര്യൻ, UDF പ്രതിനിധി ജെഫി ജോസഫ്, LDF പ്രതിനിധി MC ജോയ്, BJP പ്രതിനിധി ജോയ്. നമുക്ക് ഈ സംവാദ പരിപാടി എന്ന് പറയുന്നത് ഈ 5 വർഷക്കാലം എന്താണ് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ ഈ 5 വർഷക്കാലം എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതോടൊപ്പം പ്രതിപക്ഷത്തിന് എന്താണ് പറയാനുള്ളത്, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾക്ക് എന്താണ് പറയാനുള്ളത്, പൊതുജന അഭിപ്രായം എന്താണ്, ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നുള്ള കാര്യം, എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത്, ഇതെല്ലാം തന്നെയാണ് വളരെ ക്രിയാത്മകമായ ചർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ പ്രസിഡന്റ് TK വാസുദേവൻ നായരിലേക്ക് പോകാം. ഒരു വളരെ ചുരുക്കി ഈ 5 വർഷക്കാലത്തിനിടയിൽ നടന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് ചുരുക്കി പറയണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ 2020 മുതൽ 2025 വരെയുള്ള വികസന കാര്യങ്ങളാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് സദ്യം ക്ഷമിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ സ്വപ്ന പദ്ധതിയായിരുന്ന ലൈഫ് ഭവൻ പദ്ധതി നമ്മുടെ 2020 സെൻസസ് പ്രകാരം ഉണ്ടായിരുന്ന ലിസ്റ്റിൽ 124 പേരെ ലൈഫ് ഭവൻ പദ്ധതിയിൽ എഗ്രിമെൻ്റ് വയ്ക്കുകയും 97 വീടുകൾ പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ അതിൽ 63 വീടുകളുടെ താക്കോൽദാനം കഴിഞ്ഞ വർഷം നിർവഹിക്കുകയും ചെയ്തു. ഈ വർഷം ബാക്കി 61 വീടുകൾ പൂർത്തീകരിച്ച് അതിൻ്റെ താക്കോൽദാനം നിർവഹിക്കണമെന്നാണ് ഉദ്ദേശം. അതിൽ 97 വീടുകളെ ആയിട്ടുള്ളൂ, ബാക്കി വീടുകൾ പൂർത്തീകരിക്കാനുണ്ട്. അതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ കോട്ടയം ജില്ലയിൽ, അത് ജില്ലാ പഞ്ചായത്തും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ സഹകരണത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പാക്കിയത്. 40 ലക്ഷം രൂപ കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തും 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും, അതോടൊപ്പം തന്നെ ഈ വർഷം 20 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്തും, ബാക്കി 40 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് പ്രൊവൈറ്റ് വെച്ച ഫണ്ടെല്ലാം പൂർത്തീകരിച്ചു. അതുപോലെ സ്റ്റേറ്റ് ഷെയർ 1 ലക്ഷം രൂപ വെച്ച് അതിൽ ഹെക്കോ ലോൺ, അങ്ങനെ 97 വീടുകൾ പണി പൂർത്തീകരിച്ച് പാവപ്പെട്ട ആളുകളെ രക്ഷിക്കുന്നതിന് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 4-5 കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് മുളക്കുളം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ, മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ 17 വാർഡുകളിലും ഉള്ള റോഡുകളുടെ ശോചനീയാവസ്ഥയെപ്പറ്റി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്കൊക്കെ അറിയാം. ആ റോഡുകളുടെ ശോചനീയാവസ്ഥ മാറ്റി ഏകദേശം 90% റോഡുകളുടെയും ഗ്രാമീണ റോഡുകളുടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ കോൺക്രീറ്റും ടാറിങ്ങും പൂർത്തീകരിച്ച് ഏകദേശം മുഴുവൻ എന്ന് ഞാൻ പറയുന്നില്ല, ഏകദേശം പണി പൂർത്തീകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. പോരായ്മകളൊക്കെ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. അങ്ങനെ ഗ്രാമീണ റോഡുകൾ ഏകദേശം ഈ 5 വർഷക്കാലം കൊണ്ട് ഏത് വാർഡ് നോക്കിയാലും എവിടെ പോയാലും ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അതുപോലെ ആക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് മൂന്നാമതായിട്ട് മുളക്കുളം ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു നമ്മുടെ ഗ്യാസ് കെമിറ്റോറിയം. ആ കെമിറ്റോറിയത്തിൻ്റെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഔചാരികമായ അതിൻ്റെ ചടങ്ങും കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് നമ്മുടെ അയൽ പഞ്ചായത്തുകളായ തലോലപ്പറമ്പ്, വെള്ളൂർ, അതുപോലെ തന്നെ ഞീഴൂർ, കടുത്തുരുത്തി
ഈ മേഖലകളിൽ നിന്നെല്ലാം വരുന്ന ബോഡിയെല്ലാം സംസ്കരിക്കുന്നുള്ള നടപടിക്രമമായി മുന്നോട്ട് പോകുന്നു. ഈ കഴിഞ്ഞ ദിവസവും ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ സംസ്കാര ചടങ്ങുമായി 3500 രൂപ അടച്ചാൽ അതിൻ്റെ മുഴുവൻ പരിപാടികളും ആധാർ കാർഡും ആ രേഖ കൊണ്ടുപോകുന്നാൽ ആ കാര്യങ്ങൾ മുഴുവൻ നടപ്പാക്കാൻ ആ പദ്ധതി വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും അതുപോലെ ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാം ഫണ്ട് ഉപയോഗിച്ച് 40 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് CTS ശരത്തിൻ്റെ ഫണ്ടും അതുപോലെ 10 ലക്ഷം രൂപ ബ്ലോക്ക് പഞ്ചായത്തും ബാക്കി ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ആ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. അതുപോലെ നാലാമത് ഈ ഗ്രാമപഞ്ചായത്തിൽ താമസിക്കുന്ന ജലജീവൻ പദ്ധതി പ്രകാരം നമ്മുടെ ഗ്രാമത്തിൽ 17 വാർഡുകളിൽ നിന്ന് താമസിക്കുന്ന ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. 2020 ഞങ്ങൾ അധികാരത്തിൽ വന്ന കാലഘട്ടത്തിലാണ് അതിൻ്റെ പണി ആരംഭിച്ച് ജലജീവൻ പദ്ധതി മുന്നോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായിരുന്ന നമ്മുടെ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ് ചെമ്മഞ്ചി കുടിവെള്ള പദ്ധതി. അവിടെ പ്രത്യേക ഫണ്ട് അനുവദിച്ച് തന്നെ ചെമ്മഞ്ചി കുടിവെള്ള പദ്ധതിക്ക് 1 കോടി രൂപ അഡീഷണൽ അനുവദിച്ച് ഈ പഞ്ചായത്തിൻ്റെ 17 വാർഡുകളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കുവാൻ സാധിച്ചെന്നുള്ള ഒരു അഭിമാനകരമായ കാര്യമാണ്. അത് 95% പൂർത്തീകരിച്ചിട്ടുണ്ട്. എൻ്റെ വിശ്വാസം അനുസരിച്ച് 95% ഇപ്പോൾ ശകലം അവിടെ ഇവിടെ ഇല്ലാത്തത് അവർ ആ ലൈൻ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പണി ഈ മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുമെന്നാണ് എന്നെ അറിയിച്ചിരിക്കുന്നത്. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനം, നമുക്കറിയാം മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ മാലിന്യ നിർമ്മാർജ്ജനം ഒരു തലവേദനയായ കേസാണ്. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും നല്ല ഇടപെടലോടുകൂടി മാലിന്യ നിർമ്മാർജ്ജനം പൂർത്തീകരിച്ചു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും 2 തുമ്പോർമൊഴിയുടെ പണി പൂർത്തീകരിച്ച് അതിൻ്റെ ഔചാര്യമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു. അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ജീവിന് സ്ഥാപിക്കാൻ സാധിച്ചു. അതുപോലെ അത് ചെയ്യേണ്ട ക്രമീകരണങ്ങൾ ഏതൊക്കെയാണോ അതിന് പോരായ്മകൾ പരിഹരിക്കുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് MCF പുതിയതായി പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നു. MCFൻ്റെ പണി പൂർത്തീകരിച്ചു. അതുപോലെ 17 വാർഡിലും പുതിയ MCF വയ്ക്കാനുള്ള തീരുമാനം പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ടെൻഡർ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. പിന്നെ ആരോഗ്യ മേഖലയിൽ നിങ്ങൾക്കറിയാം, ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യമേഖല നമ്മുടെ PHSC ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന PHSCയിൽ ഒരു കെട്ടിടത്തിൻ്റെ പോരായ്മ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എച്ച് കെട്ടി നമ്മൾ എല്ലാ വർഷവും കുറച്ച് പഞ്ചായത്ത് പൈസ വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിന് NRHM നിന്ന് 2 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ പണിയായിട്ട് മുന്നോട്ട് പോകാനുള്ള നടപടിക്രമമായിട്ട് ഈ കെട്ടിടം ഡിസ്മാൻഡിൽ ചെയ്യുവാനും അതിൻ്റെ നടപടിക്രമമായിട്ട് മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഈ ആശുപത്രി നമ്മുടെ വാഴക്കാല ബിജി ആശുപത്രിയിലേക്ക് മാറ്റുവാനുള്ള നടപടിക്രമമായ കെട്ടിടവും നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ ഇടപാടുകളെല്ലാം നടത്തി. അപ്പോൾ നമ്മുടെ ഈ കെട്ടിടം പൂർത്തീകരിക്കുന്നുള്ള നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതുപോലെ ആരോഗ്യ മേഖലയിൽ പാലിയേറ്റീവുകാർക്ക് പാലിയേറ്റീവ് കെയർ മുളക്കുളം പഞ്ചായത്ത് ഏറ്റവും നല്ല രീതിയിലുള്ള പ്രവർത്തനവും ഏതാണ്ട് 140 പേരെ അവർക്ക് പോരായ്മകൾ പരിഹരിക്കുന്നതിന് സൗജന്യമായി ജില്ലാ പഞ്ചായത്തിൻ്റെ വാഹനവും വാങ്ങിച്ച് പഞ്ചായത്ത് നടപടി മുന്നോട്ട് പോകുന്നു. നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് അതിൽ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യ പ്രവർത്തന രംഗത്ത് മികച്ച സേവനം തന്നെയാണ് ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. കാരണം ഏതാവശ്യങ്ങൾക്ക് ആര് വന്നാലും ആരോഗ്യമായിട്ട്, അതുപോലെ ആരോഗ്യരംഗത്ത് ഹോമിയോ ആശുപത്രി, അതുപോലെ ആയുർവേദ ആശുപത്രി, ഇതൊക്കെ നല്ല മനോഹരമായ കെട്ടിടങ്ങളൊക്കെ പണിത് മനോഹരമായ രീതിയിൽ തന്നെ ആശുപത്രിയൊക്കെ അതിനും പോരാത്ത മരുന്നുകൾ ആയുർവേദ ആശുപത്രിക്ക് ആവശ്യമുള്ള 9 ലക്ഷം രൂപയുടെ മരുന്ന് എല്ലാ വർഷവും വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹോമിയോ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല കോട്ടയം ജില്ലയിലെ ഒരു മാതൃക ആശുപത്രിയായി മാറിക്കൊണ്ടാണ് കാരിക്കോട് പ്രവർത്തിക്കുന്ന ഹോമിയോ ആശുപത്രി പ്രവർത്തിക്കുന്നതെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും. ആരോഗ്യ ലാബിൻ്റെ പദ്ധതിയെപ്പറ്റി സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതിൽ നമുക്ക് 4 ജീവനക്കാരെ അവർ വച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ശമ്പളം കൊടുത്ത് ആരോഗ്യ ലാബ് വളരെ ഒരു പരാതിയില്ലാതെ ഇവിടുത്തെ ഒരു ജനങ്ങളുടെ ആരോഗ്യരംഗത്ത് ഒരു പരാതിയില്ലാതെ ആരോഗ്യരംഗത്തെ പ്രവർത്തനം മെച്ചപ്പെട്ട രീതിയിൽ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ഇന്ന് വരെ ഒരാളുടെ പോലും ഒരു പരാതി നമുക്ക് ലഭിക്കാനിടയുണ്ടായിട്ടില്ല.
അത് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ നമ്മുടെ ക്ഷീര കർഷകരെ സംബന്ധിച്ചിടത്തോളം വളക്കൽ പഞ്ചായത്തിന് അഭിമാനപൂർവ്വം പറയാം, ക്ഷീര കർഷകരാണ് ഏറ്റവും പ്രയാസപ്പെടുന്ന ഒരു മേഖല. ആ മേഖലയ്ക്ക് മുളക്കുളം പഞ്ചായത്ത് 5 തവണയായി, 5 വർഷം കൊണ്ട് 5 തവണയായി അതിന് നമുക്ക് അവാർഡ് ലഭിക്കുന്ന ഒരു പഞ്ചായത്തായി മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും കൂടുതൽ ഫണ്ട് വയ്ക്കുന്ന പഞ്ചായത്ത് മുളക്കുളം പഞ്ചായത്തായി മാറ്റുവാൻ, കോട്ടയം ജില്ലയിൽ 1ാമത്തെ പഞ്ചായത്താക്കി മാറ്റുവാൻ നമുക്ക് ക്ഷീര മേഖലയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു അഭിമാനപൂർവ്വം ആ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അംഗനവാടിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും കുഞ്ഞുങ്ങൾ പഠിക്കുന്ന 26 അംഗനവാടിയാണ് ഈ മേഖലയിലുള്ളത്. ഈ മേഖലയിൽ 26 അംഗനവാടി പഞ്ചായത്തിലുള്ളപ്പോൾ 22 അംഗനവാടിക്കാണ് അന്ന് നമുക്ക് സ്വന്തമായി കിട്ടണമുണ്ടായിരുന്ന 22 അംഗനവാടി. 4 അംഗനവാടിക്ക് പുതിയതായി 3 അംഗനവാടിക്ക് സ്ഥലം വാങ്ങുകയും 1 അംഗനവാടിക്ക് സൗജന്യമായി നമ്മുടെ ജിജി മെമ്പറുടെ നേതൃത്വത്തിൽ 1 അംഗനവാടിക്ക് സൗജന്യമായി നമുക്ക് 4 സെൻറ്റ് സ്ഥലം ലഭിക്കുകയുണ്ടായി. ആ അംഗനവാടി കെട്ടിടം പണിക്ക് വേണ്ടി 2 അംഗനവാടിക്ക് MLA ഫണ്ട് ഉപയോഗിച്ചും അതുപോലെ 2 അംഗനവാടി വളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ തനത് ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ വീതം വെച്ച് അതിന് ടെൻഡർ നടപടി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ടെൻഡർ നടപടിയായിട്ട് 2 അംഗനവാടിയുടെയും 4 അംഗനവാടിയുടെയും കെട്ടിടം പണി ഈ വർഷം പൂർത്തീകരിക്കും. അംഗനവാടിക്കാരുടെ അതുപോലെ തന്നെ അവരുടെ ഒരു കാര്യത്തിനും ഒരു കുറവും വരാതെ അമ്മമാർക്ക് മുല കിട്ടുന്ന അമ്മമാർക്കും അതുപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ പോഷകാഹാരം നൽകുന്ന പദ്ധതി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു തടസ്സവും കൂടാതെ അതിന് ഫണ്ട് എപ്പോൾ കുറവ് വന്നാലും അപ്പോൾ തന്നെ മാറ്റപ്രോജക്റ്റ് വെച്ച് അവരെ സംരക്ഷിക്കുന്നതിലേക്ക് ഒരു തർക്കവും വരാതെ, അവരെ ഒരു പരാതിയും വരാതെ ഇന്നുവരെ നോക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ മുഴുവൻ കാര്യം പറയുന്നില്ല. നമ്മുടെ പഞ്ചായത്തിലെ വികസന രംഗത്ത് വളക്കം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ 1979 കാലഘട്ടം മുതൽ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റുമായി സേവനമനുഷ്ഠിക്കുകയും ഏതാണ്ട് 4 തവണ പഞ്ചായത്ത് പ്രസിഡൻ്റാവുകയും ചെയ്തെങ്കിൽ എല്ലാ കാലഘട്ടത്തിലും ജനങ്ങളോടൊത്ത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പെരുമാറിയ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിലാണ് ഞാനിവിടെ നിൽക്കുന്നത്. രാഷ്ട്രീയത്തിനൊന്നും ഞാൻ നിലനിൽപ്പിക്കാതെ തന്നെ ജനങ്ങളുടെ ആവശ്യം എന്താണേലും ആ ആവശ്യം നിറവേറ്റുന്നതിന് ഞാൻ നിങ്ങളോടൊപ്പം നിന്നിട്ടുണ്ടെന്ന വിശ്വാസം അത് മേലിലും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചർച്ച വരുമ്പോൾ ഞാൻ പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷത്തിൽ നിന്നും ജെസ്സി കുര്യൻ പല കാലഘട്ടത്തിലും പ്രസിഡൻ്റായിരുന്നിട്ടുള്ള പ്രസിഡന്റ് ഇപ്പോൾ ഇവിടുത്തെ 90% റോഡ് ഉൾപ്പെടെ എല്ലാം 90%-ഓളം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് പ്രതികരിക്കാനുള്ളത്? ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളോടും യോജിക്കാനായിട്ട് സാധിക്കുന്നില്ല. ആദ്യമായി തന്നെ പറഞ്ഞു 17 വാർഡുകളിലെയും റോഡുകളെല്ലാം പൂർത്തീകരിച്ചു എന്നാണ് പറയുന്നത്. അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ടായ 1.5 കോടിയോളം രൂപ ഗ്രാമീണ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അതിൽ നിന്നും പഞ്ചായത്ത് മെമ്പർമാർക്ക് കിട്ടുന്ന 4 ലക്ഷം രൂപ അല്ലെ 5 ലക്ഷം രൂപ വെച്ച് ഒരു റോഡ് പൂർത്തീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു 5 ലക്ഷം രൂപ, പ്രതിപക്ഷ മെമ്പർമാരെല്ലാവരും ആവശ്യപ്പെട്ടു ഒരു 5 ലക്ഷം രൂപയെ വെച്ച് തരികയാണെങ്കിൽ പല റോഡുകളും പൂർത്തീകരിക്കാൻ പറ്റാതെ കിടക്കുകയാണ്. പല റോഡുകളുടെയും 31 മീറ്റർ, 13 മീറ്റർ, 25 മീറ്റർ ആയിട്ട് കിടക്കുകയാണ്. അതിനോട് നമുക്ക് യോജിക്കാനായിട്ട് ഒട്ടും സാധിക്കുന്നില്ല. അതുപോലെ തന്നെ ലൈഫ് ഭവന പദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിൽ നിങ്ങൾക്കൊക്കെ അറിഞ്ഞു കാണും, മന്ത്രിയുടെ ഓഫീസിൽ വരെ ഫണ്ട് കിട്ടാതെ 17-ാം വാർഡിൽ ഒരു അപേക്ഷ ചെന്നിട്ടുണ്ട് പരാതിയുമായിട്ട്. എൻ്റെ വാർഡിലൊക്കെ SCയുടെ വീടിന് എഗ്രിമെൻറ്റ് വെച്ചിട്ട് ഫണ്ട് കിട്ടാത്ത ഒത്തിരി പേരുണ്ട്. SC ഉണ്ട്. ജനറൽ ചെയ്തതിന് ശേഷം VOയുടെ ഓഫീസിൽ വന്ന VOനെ കാണാൻ പറ്റുന്നില്ല, പല കാര്യങ്ങൾക്കും പോകുന്നു. അങ്ങനെ ഈ പല മേഖലകളിൽ നിന്നും വന്നിട്ട് നിരാശയോടെ കടന്നു പോകുന്ന പാവപ്പെട്ട മനുഷ്യരെ നമുക്ക് കാണാനായിട്ട് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ സാധിക്കും. അതുപോലെ തന്നെ മാലിന്യ നിർമ്മാർജ്ജനം പറഞ്ഞു. മാലിന്യ നിർമ്മാർജ്ജനം പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. മാലിന്യമുക്ത നവകേരളം എന്ന സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതിയിലൊന്നാണ്. അതിവിടെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിച്ചു. ദൃശ്യ ചാനലിൽ ഉൾപ്പെടെ പരിശോധിച്ചാൽ, ചാനലിലെ വാർത്തകൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എത്രയോ മുളക്കുളം പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ വേസ്റ്റ് കൂടി കിടക്കുന്നതിൻ്റെ ചർച്ചകൾ കാണാനായിട്ട് സാധിക്കും. ഒന്നും വേണ്ട, നിങ്ങളിപ്പോൾ പോകുമ്പോൾ ഈ മൂർക്കാട്ടിപ്പടിയിൽ നിന്നും ആ ബിവറേജ് വരെയുള്ള സ്ഥലത്തിൽ നോക്കിയാൽ മതി, 2 സൈഡിലും വേസ്റ്റ് കുന്നുകൂടി കിടക്കുന്നത്. അതുപോലെ പല വാർഡുകളിലും. ഇതൊന്നും രേഖകളിൽ ശരിയാണ്, പ്രഖ്യാപിക്കാൻ പറ്റും, പക്ഷേ അത് പ്രാബല്യത്തിൽ വന്നിട്ടില്ല.
അതോടൊപ്പം തന്നെ ജലജീവൻ പദ്ധതി ബഹുമാനപ്പെട്ട നിയോജക മണ്ഡലത്തിൽ നമ്മുടെ കടുത്തുരുത്തി നിയോജക മണ്ഡലം MLAയുടെ ശ്രമഫലമായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. അത് സംസ്ഥാന സർക്കാരും കൂടെ ഉൾപ്പെട്ടുകൊണ്ട് നടത്തിയ പദ്ധതിയിൽ അതിലും പോരായ്മകളാണ്. എല്ലാ വാർഡുകളിലും എത്രയോ അപേക്ഷകളാണ് കെട്ടിക്കിടക്കുന്നത്. പല ഘട്ടങ്ങളായിട്ട് ലഭിച്ചതിൽ അവർ പറയുന്നത്, കോൺട്രാക്ടർമാർ പറയുന്നത് ഞങ്ങൾക്ക് ഫണ്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് നിർത്തിവെച്ചിരിക്കുക മെമ്പർ എന്നാണ് പറയുന്നത്. അങ്ങനെ അതും പൂർത്തീകരണം എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അതിലും അപാകതകൾ മാത്രമേ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ക്ഷീരകർഷകർക്ക് ഏറ്റവും കൂടുതൽ ഫണ്ട് വെച്ചു എന്ന് പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം അവാർഡ് ലഭിക്കുകയുണ്ടായ ശരിയാണ്. പക്ഷേ ക്ഷീരകർഷകരുടെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കന്നുകുട്ടി പരിപാലനം എത്രയോ നാളായി നിന്ന് പോയിട്ട് അവർക്ക് എല്ലാ വാർഡുകളിലും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കന്നുകുട്ടി പരിപാലനം എന്തുകൊണ്ട് നിർത്തിവെച്ചു? അതുപോലെ തന്നെ പ്രസിഡന്റ് പറഞ്ഞു അംഗൻവാടി. നമുക്കെല്ലാവർക്കും അറിയാം, മുളക്കുളം ഗ്രാമപഞ്ചായത്തിൽ 26 അംഗനവാടികളാണ് ഉള്ളത്. അതിൽ 4 അംഗനവാടി വാടക കെട്ടിടത്തിലാണ്. നിർഭാഗ്യവശാൽ എന്ന് പറയാം, എൻ്റെ വാർഡിൽ 2 അംഗനവാടി വാടക കെട്ടിടത്തിലാണ്. എനിക്ക് 3 അംഗൻവാടി ഉണ്ട്, 1 സർക്കാരിൻ്റെ. പിന്നെ 11ാം വാർഡിലും 13ാം വാർഡിലുമാണ്. ബഹുമാനപ്പെട്ട MLA യോട് സംസാരിച്ചപ്പോൾ സ്ഥലം വാങ്ങിക്കൊള്ളുക, ഫണ്ട് അനുവദിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അതും പ്രകാരം വളരെ കഷ്ടപ്പെട്ട് ആരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിയല്ല, സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്താണ് 3 വർഷത്തിനുള്ളിൽ വാങ്ങിച്ച 5 കിലോമീറ്ററിനുള്ളിൽ വാങ്ങിച്ച 5 ആധാരത്തിൻ്റെ കോപ്പി കൊണ്ട് കൊടുത്താലേ വാല്യുവേഷൻ തരുള്ളൂ. നമ്മളൊരു സ്ഥലം വാങ്ങാൻ പോകുമ്പോൾ വളരെ കഷ്ടപ്പെട്ട് 5 ആധാരം സംഘടിപ്പിച്ച് വില്ലേജിൽ കൊണ്ട് കൊടുത്ത് വാല്യുവേഷൻ എടുത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഫണ്ടിൽ സ്ഥലം വാങ്ങി കാലാവധിക്കുള്ളിൽ വാങ്ങിയ വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതിന് ഫണ്ട് അനുവദിക്കാൻ MLA നേരത്തെ പറഞ്ഞു വെച്ചതാണ്. അതിന് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റിൻ്റെ പാർട്ടി മെമ്പർ 13ാം വാർഡിൽ സ്ഥലം വാങ്ങാൻ അമാന്തിച്ചതുകൊണ്ട് ആ ഫണ്ടിനെ അവിടെ തടസ്സപ്പെടുത്തി. ചോദിച്ചാൽ പറയും ബഹുമാനപ്പെട്ട MLA എൻ്റെ വാർഡിലെ അംഗനവാടിയുടെ ഒരു അംഗനവാടി 1960 കാലഘട്ടത്തിൽ പണിത് അംഗനവാടി പൊളിച്ചു പണിയാനായിട്ട് 20 ലക്ഷം രൂപ അനുവദിച്ച് ആ കെട്ടിടം പണിത് ഉദ്ഘാടനത്തിൻ്റെ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട MLA സമക്ഷത്ത് പറഞ്ഞതാണ്. ഇനി പ്രസിഡൻറ്റിൻ്റെ വാക്ക് ഞാൻ കേൾക്കുന്നില്ല, പ്രസിഡന്റ് പറഞ്ഞതുകൊണ്ടാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഫണ്ട് കിട്ടുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത്രയും നാളും ഫണ്ട് അനുവദിക്കാഞ്ഞേ. അതുകൊണ്ട് ഇനി 2 അംഗനവാടിക്ക് ഞാനും MLA 2 അംഗനവാടിക്ക് പഞ്ചായത്തും ഫണ്ട് വെച്ചു പണിതോളാൻ. അങ്ങനെ ഇപ്പോൾ MLA ഫണ്ട് അനുവദിച്ച 2 അംഗനവാടിയുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പഞ്ചായത്തിനും ബ്ലോക്കിൻ്റെയൊക്കെ ഫണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് എത്രമാത്രം പ്രവർത്തനം ആയി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. പോയിന്റ് എല്ലാം വന്നോ? ഓക്കെ, നമുക്ക് LDF പ്രതിനിധിയിലേക്ക് പോകാം. LDFിൻ്റെ MC ജോയ്. ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇവിടെ റോഡുകൾ ഇപ്പോഴും പോരായ്മയായി തന്നെ കിടക്കുകയാണ്, അതുപോലെ തന്നെ അംഗൻവാടിയുടെ കാര്യം, പല കാര്യങ്ങളും പറഞ്ഞു. എങ്ങനെ ഖണ്ഡിക്കുന്നു? ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം.
Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. LDF MC ജോയ്, ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് ഇവിടെ റോഡുകൾ ഇപ്പോഴും പോരായ്മയായി തന്നെ കിടക്കുകയാണ്, അതുപോലെ തന്നെ അംഗൻവാടിയുടെ കാര്യം, പല കാര്യങ്ങളും പറഞ്ഞു. എങ്ങനെ ഖണ്ഡിക്കുന്നു? LDFിൻ്റെ ഭരണസമിതി കഴിഞ്ഞ 2021 അധികാരത്തിൽ വന്നതിന് ശേഷം ത്രിതല പഞ്ചായത്ത് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മുളക്കുളം പഞ്ചായത്തിൻ്റെ വിവിധ പദ്ധതികൾ നല്ല നിലയിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചില പദ്ധതികളെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുവാണെങ്കിൽ, നമ്മുടെ കോട്ടയം ജില്ലയിൽ 71 പഞ്ചായത്താണ് ആകെ ഉള്ളത്. ആ 71 പഞ്ചായത്തുകളിൽ ഏറ്റവും കൂടുതൽ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിച്ച ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത്. 6,37,00,000 രൂപയുടെ പദ്ധതികളാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടപ്പാക്കിയത്. അതിൽ മുളക്കുളം പഞ്ചായത്തിലാണ് വിവിധ വാർഡുകൾ മിനി ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടി 40 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. കുടിവെള്ളം വിവിധ പദ്ധതികൾക്കായി 35 ലക്ഷം രൂപ, കൂട്ടാനിക്കൽ, ചെല്ലാനിരിപ്പ്, മാവളത്തുകുടി, കാഞ്ഞിരമ്പാറ എന്നീ പദ്ധതികൾക്കായി 35 ലക്ഷം രൂപ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് നേതൃത്വം നല്ല നിലയിലുള്ള 2 വെയിറ്റ് ഷെഡുകൾ നമ്മുടെ പഞ്ചായത്തിന് നേരെ താഴ്ത്തും കീഴൂര് കോളേജിൻ്റെ കീഴൂരിൻ്റെ പണി പൂർത്തിയാക്കിയിട്ടില്ല. ബാക്കിയുള്ള ഈ പരിപാടിയുടെ പണി കഴിഞ്ഞിരിക്കുന്നു. അതിന് നല്ല നിലയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ബോയ്സ് ഹൈസ്കൂളിന് 65 ലക്ഷം രൂപയുടെ നവീകരണ പദ്ധതികൾ പൂർത്തീകരിച്ച് സ്റ്റേജ് ഉൾപ്പെടെ നൽകപ്പെട്ടിട്ടുണ്ട്. ബോയ്സ് സ്കൂളിൻ്റെ ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിച്ച് കളിസ്ഥലം ഒരുക്കുന്നതിന് 1 കോടി രൂപ അനുവദിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് 3/11/25 ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്യും. നമ്മുടെ പഞ്ചായത്തിൽ വിവിധ വാർഡുകളിലായി 1,45,00,000 രൂപ, വിവിധ വാർഡുകളിലായി 1,45,00,000 രൂപയുടെ റോഡുകൾ പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ മടത്താട്ട് നഗറിൽ 32 ലക്ഷം രൂപ മുടക്കി ഇൻഡോർ സ്റ്റേഡിയം പൂർത്തീകരിച്ചിട്ടുണ്ട്. ക്രിമിറ്റോറിയത്തിൻ്റെ കാര്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ മുഖാന്തരം കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ 2-5 വർഷക്കാലം കൊണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റേതായിട്ടുള്ള ഫണ്ട് വിനിയോഗിക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്.
ബ്ലോക്ക് പഞ്ചായത്ത് നമുക്ക് എടുക്കുകയാണെങ്കിൽ വടുകുന്നപ്പുഴ, മൂർക്കാട്ടിപ്പടി, മുളക്കുളം സ്ഥലങ്ങളിൽ വെയിറ്റിംഗ് ഷെഡുകൾ പണി നടന്നു വരുന്നതും പൂർത്തീകരിച്ചതുമായിട്ടുണ്ട്. 1-ാം വാർഡിൽ തോട് സൈഡ് കെട്ടുന്നതിന് 7 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. മുളക്കുളം അമ്പലത്തിന് പുറകുവശത്തുള്ള ഒരു 5 ലക്ഷം രൂപയുടെ കട്ടാൻ കവറിന് സ്ഥാപിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. വനിതാ സംരംഭത്തിൽ തുറക്കാൻ കെട്ടിടം നവീകരണത്തിന് വേണ്ടി 10 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. വടുകുന്നപ്പുഴ നഗറിൻ്റെ റോഡ് സൈഡ് കെട്ടുന്നതിന് വേണ്ടി 7 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള ത്രിതല പഞ്ചായത്ത് സംരംഭങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെ വാർഡ് മെമ്പർ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയ സഹോദരി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി പരാമർശിച്ചു പോകാതെ ഞാൻ നിവർത്തിയില്ല. കാരണം ഇപ്പം ലൈഫ് ഭവനപദ്ധതിയെക്കുറിച്ച് പറഞ്ഞു. 17-ാം വാർഡിൽ ഒരാൾക്ക് സമയത്ത് പൈസ കിട്ടിയില്ല, ശരിയാണ്. എന്നോർത്ത് ലൈഫ് പദ്ധതിയിൽ 123 വീട് കൊടുത്തില്ല എന്നുള്ള അഭിപ്രായം ഉണ്ടോ? 123 വീടിന് ഫണ്ട് അനുവദിച്ചപ്പോൾ അവസാന ലാപ്പിൽ കൊടുക്കേണ്ട പൈസയ്ക്ക് ചില താമസം ഉണ്ടായിട്ടുണ്ട്. കാരണം ഫണ്ടുകളുടെ പര്യാപ്തതയെക്കുറിച്ച് നമുക്കറിയാം. ഫണ്ടുകൾ ഈ കേരളത്തിന് വരേണ്ട ഫണ്ടുകൾ എവിടെ നിന്നാണ് വരുന്നത്? പല വിവിധങ്ങൾ മാർഗങ്ങളിൽ കൂടി കേന്ദ്ര ഗവൺമെൻറ് 1 രൂപ പോലും നമുക്ക് കിട്ടാത്ത പശ്ചാത്തലത്തിലാണ് നമ്മൾ ലൈഫ് പദ്ധതിയെ പോലെയുള്ള പദ്ധതി നമ്മൾ 4.25 ലക്ഷം ഭവന പദ്ധതികൾ കേരളത്തിൽ ഗവൺമെൻറ് പൂർത്തീകരിച്ചത്. അതിൻ്റെ ഭാഗമായി താമസം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ലാത്തതാണ് ഞങ്ങൾ അംഗീകരിക്കുന്നത്. പക്ഷേ 17-ാം വാർഡിലെ വിഷയമെന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ രോഗിയാണ്. ആ രോഗിയുടെ വീട് പണി പൂർത്തീകരിച്ച് ഏതാണ്ട് കുറച്ച് മുന്നേ തീരാനുള്ളപ്പോൾ ഫണ്ട് പഞ്ചായത്തിൽ വന്നത് ഫണ്ട് സമയത്ത് കൊടുക്കാനില്ല വന്നു. അവർ നേരെ പോയി മന്ത്രിയെ കണ്ടു. മന്ത്രി അടിയന്തരമായി ഇടപെട്ടു, പഞ്ചായത്ത് പൈസ കൊടുത്തു, ആ പണി പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങളെല്ലാം നമ്മുടെ ഇവിടെയുണ്ട്. മാലിന്യ വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളാരും ഇട്ടുകൊണ്ട് വോട്ടടിക്കേണ്ട കാര്യമില്ല. മാലിന്യം നമ്മുടെ പെരുവക്കവലയിലും നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ വാർഡുകളിലും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊക്കെ എത്രയോ മീറ്റിങ്ങുകൾ, എത്രയോ സ്വയംഭര നമ്മൾ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം നേതൃത്വപരമായി പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ മെമ്പർ ഇവിടെ പറഞ്ഞത് എന്നോട് ചോദിക്കാൻ കഴിയുന്നതല്ല. അതാണ്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ 5 വർഷം പൂർത്തിയാകാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമുള്ള ഈ ഭരണസമിതിക്കെതിരായി ഇത്രയും വിഷയങ്ങൾ എല്ലാം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ UDFൻ്റെ ഒരു സംവിധാനം മുളക്കുളം പഞ്ചായത്തിലുണ്ട്, ഒട്ടും മോശമല്ലാത്ത നിലയിലുള്ള സംവിധാനമുണ്ട്. ഈ പഞ്ചായത്തിനെതിരായി ഒരു ജനകീയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്നലെ വരെ ഈ UDF സംവിധാനത്തിൽ കഴിഞ്ഞിട്ടുണ്ടോ? ഇത്രയും അംഗനവാടി കെട്ടിടത്തിനകത്ത്. പിന്നെ MLA കുറിച്ച് പറഞ്ഞു. MLA കുറിച്ച് മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. സ്വാഭാവികമായി MLAയും കൂടി വാർഡ് പ്രതിനിധീകരിക്കുന്ന ശ്രീ ലിസി കുര്യൻ്റെ വാർഡിൽ ഒരു MLAക്ക് ഒരു അംഗനവാടി കെട്ടിടം ഉണ്ടാക്കുന്നതിന് ഇതിന് മാത്രം വലിയ നെഞ്ചുപൊട്ടുന്ന കാര്യമൊന്നുമില്ല. സ്വാഭാവികമായും ചെയ്യേണ്ടതാണ്, ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഇവിടെ നടന്നിട്ടുള്ള വിഷയങ്ങളുമായി. UDF പ്രതിനിധി ജെഫി ജോസഫിനോടാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. നിരവധി വികസന പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഒരു സമരം പോലും നടത്താൻ സാധിക്കാത്തത്. എങ്ങനെ പ്രതികരിക്കുന്നു? കഴിഞ്ഞ 10 വർഷമായിട്ട് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് LDF ആണ്. കഴിഞ്ഞ 10 കൊല്ലമാകുന്നു ഈ സംസ്ഥാനം ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് 2 ടേം ഭരിക്കുന്നത് LDF ആണ്. ശ്രീ കലാമങ്ങാടും ശ്രീ ശരത്തും. പറയുമ്പോൾ ഈ 10 കൊല്ലത്തെ കാലാവധിയിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ മുഴുവനും ഭരണം കൈകാര്യം ചെയ്യുന്നത് LDF ആണ്. ഈ LDFൻ്റെ പദ്ധതിയെപ്പറ്റി ഇവിടെ കേട്ടു. സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന ഗ്രാൻറ്റിൽ മാത്രം നിർത്തി വീടുകൾ പണിയുന്നു. റോഡുകൾ 50 മീറ്ററും 30 മീറ്ററും അവിടെയും ഇവിടെയും ഒക്കെ ആയിട്ടുണ്ടാക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുകൾ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ യാതൊരു പദ്ധതികളും കഴിഞ്ഞ 10 കൊല്ലക്കാലമായിട്ട് ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിന് അനുഭവിക്കാൻ പറ്റാത്ത ഗതികേടിലാണ് ഈ മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ ഓരോ വോട്ടർമാരും ഈ പ്രദേശത്ത് ഇരിക്കുന്ന എല്ലാവരും. 10 വർഷമെന്ന് പറയുന്നത് വലിയൊരു കാലാവധിയാണ്. ഒരു നാടിൻ്റെ വികസനം പൂർത്തീകരിക്കുവാൻ പറ്റുന്ന വലിയൊരു കാലാവധി. ആ നാടിൻ്റെ വികസനം ഏതെണ്ണം പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ 2020 ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വന്നു.
പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലമായി നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ DPCയിൽ കൊടുത്ത് അംഗീകാരം മേടിക്കണം. ആ വികസന പദ്ധതിയിൽ DPCയുടെ അംഗീകാരം മേടിക്കുന്നതിന് വേണ്ടി ഒരു വികസന രേഖയുണ്ടാക്കണം. ആ വികസന രേഖ ഒത്തിരി ഒന്നും വേണ്ട, DPCയിൽ കൊടുക്കാൻ വേണ്ടി ഒരു 10-15 കോപ്പി എടുത്താൽ മതി. ഞാൻ ഇന്നലെ ആ വികസന രേഖ പഞ്ചായത്തിൽ അന്വേഷിച്ചു. ആ സാധനം ഇവിടെ ഇല്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും ഉൾപ്പെടെയുള്ള ആൾക്കാരോട് ചോദിച്ചു. മറ്റൊന്നുമല്ല, വരുന്ന 5 കൊല്ല കാലഘട്ടത്തിൽ ഈ നാട്ടിൽ ചെയ്യുന്ന വികസന പ്രവർത്തനത്തെപ്പറ്റി ഈ പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരു കാഴ്ചപ്പാടുണ്ടല്ലോ. ആ കാഴ്ചപ്പാടാണല്ലോ ആ വികസന രേഖ. ആ വികസന രേഖ എന്താണെന്ന് അന്വേഷിച്ചിട്ട് അത് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുണ്ട്, പലപ്പോഴുമായി ഗ്രാമസഭകളിലൂടെ ഈ വികസന രേഖയെപ്പറ്റി ആദ്യ കാലഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. ആദ്യത്തെ വികസന രേഖ ഒന്നായിരുന്നു, പഞ്ചായത്തിന് സ്വന്തമായി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലൂടെ MP-യുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ എല്ലാം ഫണ്ടുകൾ വിനിയോഗിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന് മനോഹരമായ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതുവരെയായിട്ടും ഞാൻ കണ്ടിട്ടില്ല. ഇന്നത്തെ വികസന കാര്യങ്ങളിലും അത് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അതിന് പകരം നിലവിലുണ്ടായിരുന്ന പഞ്ചായത്ത് കെട്ടിടം അവിടെയും ഇവിടെയും അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ട് എത്രയോ കോടികൾ, എത്രയോ ലക്ഷങ്ങൾ ഇവിടെ നഷ്ടപ്പെടുത്തി. ഇവിടെ ഇപ്പോൾ പറഞ്ഞു ഒരു വലിയ ആശുപത്രി 2 കോടി രൂപയോളം ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി ഈ പഞ്ചായത്തിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 5 കൊല്ലക്കാലമായിട്ട് ഈ പൊളിക്കാൻ പോകുന്ന ഈ കെട്ടിടത്തിന് ഏതാണ്ട് 40 ലക്ഷം രൂപ ചിലവാക്കി. എന്തിനാണ് 40 ലക്ഷം രൂപ ചിലവാക്കിയത്? ആ 40 ലക്ഷം രൂപ ലാപ്സാക്കി കളഞ്ഞിട്ടില്ലേ? ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തി? ഈ ഇതിന് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 5 കൊല്ലത്തെ കണക്കല്ല, കഴിഞ്ഞ 10 കൊല്ലക്കാലം ഭരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ പ്രതിദാനം ചെയ്യുന്ന ഇടതുമുന്നണിക്ക് പെരുവയിൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യ ബോധ്യം നിലനിൽക്കുകയാണ്. അതുതന്നെയല്ല പ്രിയപ്പെട്ടവർ, ഇവിടെ കുറേ കൃഷികാര്യങ്ങൾ പറഞ്ഞു. നമുക്കറിയാം ബയോടെക്, ഇവിടുത്തെ ക്ലീനിങ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ബയോടെക്. 2005 ഭരിച്ചിരുന്ന പഞ്ചായത്ത് ഭരണ സംവിധാനമായിരുന്നു ഈ ബയോടെക് കൊണ്ടുവന്നിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 10-15 ലക്ഷം രൂപ മുടക്കിയാണ് ബയോടെക് കൊണ്ടുവന്നത്. നമ്മുടെ പഞ്ചായത്തിലെയും മാർക്കറ്റിൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ മാലിന്യങ്ങൾക്ക് വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ വൈദ്യുതി പെരുവ ടൗണിൽ മുഴുവനും കത്തിക്കുന്ന വലിയൊരു പദ്ധതി നമ്മൾ വലിയ സന്തോഷത്തോടെ കണ്ടതാണ്. അന്നത്തെ ഒരു മിനിസ്റ്റർ വന്നാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടനം ചെയ്ത ബയോടെക് ഇന്ന് കാണാനില്ലെന്ന് തന്നെയല്ല, കഴിഞ്ഞ ദിവസമാണ് ഈ ബയോടെക്കിന് വേണ്ടി, അതിൻ്റെ സർവീസിന് വേണ്ടി ബയോടെക്കുകാർക്ക് ഇപ്പോൾ ഏതാണ്ട് 40 ലക്ഷം രൂപ ഈ ഭരണ സംവിധാനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാ കൊടുത്തത്? അങ്ങനെ ഒരു പദ്ധതി ഇല്ല, അങ്ങനെ ഒരു ലൈറ്റ് ഇവിടെ കത്തുന്നില്ല. ഒരു മിനിറ്റോടെയും ഈ പറയുന്ന ഗ്രാമീണ റോഡുകളെ പറ്റി പറഞ്ഞു. ഈ ഗ്രാമീണ റോഡുകൾ ചെയ്തില്ലെന്ന് മാത്രമല്ല, 2.5 കോടി രൂപ ഗ്രാമീണ റോഡുകൾ ചെയ്യാത്തതിൻ്റെ പേരിൽ പഞ്ചായത്തിന് നഷ്ടപ്പെടുത്തിയ ഒരു പഞ്ചായത്ത് ഭരണ സംവിധാനം ഇവിടെയുള്ളത്. അതുകൊണ്ട് പിറ്റേ വർഷം പദ്ധതി വിഹിതത്തിൽ 30% വെട്ടിക്കുറച്ച ഒരു പഞ്ചായത്താണ് ഇവിടെയുള്ളത്. അപ്പോൾ കഴിഞ്ഞ 5 കൊല്ലത്തെ കാലം, കഴിഞ്ഞ 10 കൊല്ലത്തെ തന്നെ എടുക്കാം. നമ്മൾ പറയുമ്പോൾ 10 കൊല്ലത്തെ എടുക്കണ്ടേ? ഒരു പഞ്ചായത്തും ഗവൺമെൻറ്റുമൊക്കെ ആയിട്ട് ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളാണ്. ആ 10 കൊല്ലക്കാലം പരാജയം തന്നെ. ഇവിടെ ഏറ്റവും കൂടുതൽ പറയുന്ന ശ്മശാനം. ഈ ശ്മശാനവുമായിട്ട് ബന്ധപ്പെട്ട ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ എല്ലാ മെമ്പർമാരുടെയും വിഹിതം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശ്മശാനം ഉണ്ടാക്കിയത്. നല്ല കാലം. പക്ഷേ ശ്മശാനത്തിൻ്റെ മതിൽ വിറ്റോ അന്ന് തന്നെ ഇടിഞ്ഞുപോയി. ആരാണ് അതിൻ്റെ ഉത്തരവാദി? ഇവിടുത്തെ പല ഗ്രാമപഞ്ചായത്ത് റോഡുകളും ഇന്നും കണ്ടു. പെരുവ ശാന്തിപുരം റോഡ് പൊളിഞ്ഞു. ഒരാഴ്ചയേ ഉള്ളൂ. ഈ രീതിയിൽ പഞ്ചായത്തിൻ്റെ ഒരു പദ്ധതി പോലും ഈ ഗവൺമെൻറ്റിൻ്റെ സ്വാധീനമുള്ള നേതാക്കന്മാർ ഭരിക്കുന്ന, നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുള്ള ഈ പഞ്ചായത്തിന് നടക്കുവാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇവിടെ എനിക്ക് തോന്നുന്നു ആദ്യ പഞ്ചായത്തിന് ഒരു അർഹത സംസ്ഥാന ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടി. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷിനോട് പഞ്ചായത്തിൻ്റെ ഒരു യോഗത്തിൽ വെച്ച് ഈ പഞ്ചായത്തിന് പണിഷ്മെൻറ്റ് കൊടുത്ത പഞ്ചായത്ത് ഇത്.
പഞ്ചായത്തിന് പണിഷ്മെൻറ്റ് കൊടുത്ത പഞ്ചായത്ത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അതേ സംവിധാനത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ ശാസിച്ച ഒരു പഞ്ചായത്താണ് ഇവിടെയുള്ളത്. അപ്പോൾ ഞങ്ങളാരും അല്ലല്ലോ പറഞ്ഞത്, ഞങ്ങളാരുമാണല്ലോ പറഞ്ഞത്. ഈ ജാതിയിൽ പഞ്ചായത്ത് സംവിധാനത്തെ പുറകോട്ടടിച്ച, ഗവൺമെന്റിന് യാതൊരു പദ്ധതികളും നടപ്പാക്കാതിരുന്ന ഏക പഞ്ചായത്തും ഇവിടെ ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് BJP പ്രതിനിധി ജോയ് ഉണ്ട്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look, before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ LDFും UDFും പറയുന്ന കാര്യങ്ങൾ കേട്ടു. പ്രത്യേകിച്ച് ലൈഫ് ഭവന പദ്ധതിക്കെല്ലാം കേന്ദ്രത്തിൽ നിന്നും ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയാണ് പ്രതികരണം? ഇവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും വികസനത്തിൻ്റെ കാര്യങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ്
സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ടുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയോ അതിനെക്കുറിച്ച് തികഞ്ഞ് സമയം കളയുകയോ ചെയ്യാതെ മുന്നോട്ടുള്ള കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അതിനെക്കുറിച്ചാണ് ഭാരതീയ ജനതാ പാർട്ടി എപ്പോഴും ചിന്തിക്കുന്നത്. മാറാത്തത് ഇനി മാറും, അതാണ് ഞങ്ങളുടെ മുദ്രാവാക്യം. കാരണം കേരളം ഇനിയൊരു 10 വർഷം കഴിയുമ്പോൾ വെറും ശൂന്യമാകാതെ, മാതാപിതാക്കന്മാർ മാത്രം ഉള്ള ഒരു കേരളമായിട്ട് മാറാതെ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ കൊണ്ടുവരുവാനും അതിലൂടെ ഇവിടുന്ന് പോയി NRI ആയി താമസിക്കുന്ന ആൾക്കാരുടെ അടുത്ത തലമുറ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ ജോലി അന്വേഷിച്ച് കേരളത്തിലേക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കാനും സൃഷ്ടിക്കുവാനും വേണ്ടി മാത്രമാണ് ഭാരതീയ ജനതാ പാർട്ടി അരയും തലയും മുറുക്കി കേരളത്തിൽ പകൽ കഷ്ടപ്പെടുന്നത്. ഞങ്ങൾ ഓരോ വീടുകളും കയറി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി ഒരു മതേതര പാർട്ടിയാണ്. ഇതിനകത്ത് ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും അതുപോലെ തന്നെ 80% ഹിന്ദുക്കളുള്ള ഇന്ത്യയിൽ 80% ഹിന്ദുക്കളുള്ള ഹിന്ദുത്വത്തിൻ്റെ പേരിലാണ് ഇവിടെ മുസ്ലിങ്ങളും വളർന്നത്, ഇവിടെ ക്രിസ്ത്യാനികളും വളർന്നത്. ജാതിയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഒരു പഞ്ചായത്തിൽ 1,40,10,849 രൂപ ഒരു വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ മുളക്കുളം പഞ്ചായത്തിന് അലോട്ട് ചെയ്യുന്നുണ്ട്. അതിനകത്ത് എത്ര രൂപ കേന്ദ്ര ഗവൺമെൻറ് തരാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ എമൗണ്ടുകൾ എവിടെ പോയി? അത് ലോസായെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഇതിന് കറസ്പോണ്ടൻസുകൾ ചെയ്യേണ്ടി വരും. പൈസ അങ്ങോട്ട് ഇത് Paytm അല്ല, ഫോൺപേ അല്ല, ചെന്ന് ടിക്കറ്റ് അടിച്ച് പാസ്വേഡ് അടിച്ച് വരാൻ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ നീക്കി ആ പൈസ വാങ്ങിക്കാനായിട്ട് പ്രയത്നിക്കേണ്ടി വരും. ഇവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കേണ്ടി വരും. ഇവിടെ യൂണിയനല്ല പ്രധാനം, ഇവിടെ പണിയെടുക്കുക എന്നുള്ളതാണ്. ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടുത്തെ യൂണിയനുകളെ ജോലി അന്വേഷിക്കുന്ന സംഘടനകളാക്കി മാറ്റും. ജോലി നേടിയെടുക്കാൻ വേണ്ടിയാണ് യൂണിയനുകൾ ഉപയോഗിക്കേണ്ടത്. ഇന്നത്തെ കാലത്ത്, പഴയ കാലത്ത് നമ്മുടെ EMS നമ്പൂതിരിപ്പാടും AKGയും ഒക്കെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾ നേടി സംഭവിച്ചു. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം ആ രീതിയിലല്ല കാര്യങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മാലിന്യ സമ്പർക്കം തുടർന്നോളൂ. അല്ല, ഈ മാലിന്യ സംസ്കരണം, അതുപോലെ തന്നെ മാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യം പറഞ്ഞു. മാലിന്യ സംസ്കരണം ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഓരോ വീടുകളിൽ നിന്ന് മാലിന്യം ശേഖരിച്ച് സംസ്കരിക്കുന്ന നടപടികൾ സ്വീകരിക്കും. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കില്ല എന്നാണോ ഇതിൻ്റെ ധാരണ? കേരളത്തിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് മുൻകാലങ്ങളിൽ വോട്ട് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിൻ്റെ എന്തോരം പദ്ധതികൾ ഇവിടുന്നുണ്ട്. ആ പദ്ധതികളെല്ലാം നടപ്പാക്കാൻ അതിന് പ്രതിബന്ധം നിൽക്കുന്നത് മുഴുവൻ ഇവിടുത്തെ ഗവൺമെൻറ്റുകളല്ലേ, മാറി മാറി വരുന്ന UDF LDF ഗവൺമെൻറ്റുകളല്ലേ. കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയിരുന്നെങ്കിൽ, കേന്ദ്രം ആദ്യം മുതൽ ഈ 14 വർഷമായിട്ട് നരേന്ദ്രമോദി ഭരിച്ചിരുന്ന അന്ന് മുതലുള്ള കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കിയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിന് ഇതുപോലെയുള്ള അധോഗതി വരത്തില്ലായിരുന്നു, ഫൈനാൻസിന് നഷ്ടങ്ങൾ വരുന്നില്ലായിരുന്നു. അടുത്ത പോയിന്റ് ഉണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടോ? അടുത്ത പോയിന്റ് ഉണ്ട്. എളുപ്പത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. തൊഴിലുറപ്പ് പദ്ധതി ഇത് കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് തൊഴിൽ പദ്ധതി ഉള്ള ആൾക്കാർക്ക് നേരിട്ട് ഇതിൻ്റെ പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് ഏർപ്പെടുത്തുവാൻ BJP ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരികയാണെങ്കിൽ സാധിക്കും. പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് ഞാൻ പറയാനുള്ളത്, പഞ്ചായത്തിൻ്റെ ഭരണവും പ്രതിപക്ഷവും അവർ ഈ തെരഞ്ഞെടുത്തതിന് ശേഷം, തെരഞ്ഞെടുപ്പ് വരെയുള്ളൂ പാർട്ടിയും പ്രവർത്തനങ്ങളും. അത് ആർക്കും മനസ്സിലാകുന്നില്ല. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ വോട്ട് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഭരണവും പ്രതിപക്ഷം പഞ്ചായത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ് എല്ലാ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ശ്രമിക്കേണ്ടത്. അവിടെ പിന്നെ പൊളിറ്റിക്സ് കളിക്കേണ്ട ആവശ്യമില്ല. അത് ഭാരതീയ ജനതാ പാർട്ടി എവിടെ അധികാരത്തിൽ വന്നാൽ അവിടെ എല്ലാം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുന്നവരെ എല്ലാം പ്രത്യേക രീതി പരിഗണിക്കുന്നത് കേരളത്തിൽ തന്നെ കണ്ടിട്ടില്ലേ? എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഓരോ MP-മാർ ഫ്രാൻസിസ് ജോർജ് എന്നിപ്പോൾ ആവശ്യങ്ങൾ പറയുമ്പോൾ അന്നേരം നടപ്പാക്കി കൊടുക്കുന്നു. ഇതെല്ലാം BJPയുടെ ഒരു നയമാണ്. അത് BJP സബ്കാ സാത്ത് സബ്കാ വികാസ് ഇതാരെയാണ് BJPയുടെ ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രസിഡന്റിലേക്ക് എത്താം. പ്രസിഡന്റ് എന്തൊക്കെയോ മറുപടി പറയണമെന്ന് ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ്. അല്ല, രാഷ്ട്രീയം ചർച്ച ചെയ്യാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ കയ്യിലിരിക്കുന്നത് മുളക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറും അടങ്ങിയ RTI പ്രകാരം എനിക്ക് കിട്ടിയ മറുപടിയാണ്. അതിൽ വലിയ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മുടെ ഇവിടുത്തെ ആവറേജ് റവന്യൂ
60 ലക്ഷം മുതൽ 90 ലക്ഷം വരെയാണ്. നമ്മുടെ ഫീസ് അണക്കലത്തിൽ കിട്ടിയിരിക്കുന്നത് 90 ലക്ഷം രൂപയാണ്. ഓൾമോസ്റ്റ് 2 കോടി രൂപയാണ് പഞ്ചായത്തിൻ്റെ വരുമാനം. പഞ്ചായത്തിന് കിട്ടിയിരിക്കുന്ന ഫണ്ട് ഗ്രാൻഡ് 13 കോടി രൂപയാണ്. ഇതിന് 13 15 കോടി രൂപയാണ് പഞ്ചായത്തിന് കിട്ടിയ വരുമാനം ആവറേജ് എല്ലാ വർഷവും. എസ്റ്റാബ്ലിഷ്മെൻറ്റ് കോസ്റ്റ് 1 കോടി രൂപ. ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കോസ്റ്റ് 90 ലക്ഷം രൂപ. പ്രോജക്റ്റ് കോസ്റ്റ് 10 കോടി രൂപ. ആകെ 12 കോടി രൂപ ചെലവ്. 2021 മുതൽ 2025 വരെ മുളക്കുളം പഞ്ചായത്ത് ഓരോ വർഷവും അവതരിപ്പിച്ച ബഡ്ജറ്റ് 28 കോടി രൂപ, 30 കോടി രൂപ, 32 കോടി രൂപ, 33 കോടി രൂപ. പക്ഷേ എസ്റ്റിമേറ്റ് എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റിൽ ആകെ വരവും ചെലവും 15 കോടി താഴെ. എന്താണ് ഇവിടെ ചെയ്തേക്കണേ? 10 കോഴിക്കുഞ്ഞിനെ കൊടുത്തു, 4 കക്കൂസ് കൊടുത്തു, 150 മീറ്റർ റോഡ് ചെയ്തു. ലൈഫ് പദ്ധതി ഇപ്പോൾ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞത് 2018 ആപ്ലിക്കൻസാണ്. 2018 ആപ്ലിക്കൻസിനെയാണ് ക്രോഡീകരിച്ച് 2020 ലിസ്റ്റ് ഉണ്ടാക്കി ഇപ്പോൾ 63 വീട് കൊടുത്തേക്കണേ. അപ്പോൾ അതൊന്നും വലിയ ഗമയായിട്ടാരും പറയണ്ട. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. മുളക്കുളം പഞ്ചായത്തിൽ കോഴി കൊടുത്തു, താറാവ് കൊടുത്തു, കക്കൂസ് കൊടുത്തു എന്ന് പറയാതെ മുളക്കുളം പഞ്ചായത്തിൽ എൻ്റെ ഭാഷയിൽ കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു പ്രോജക്റ്റ് പറയാമോ? സർക്കാർ സമർപ്പിച്ച ഒരു പ്രോജക്റ്റ് പറയാമോ? ബഹുമാനപ്പെട്ട പന്നിക്കോട്ട് പത്രോസേട്ടൻ അടക്കമുള്ളവർ നടത്തിയ സ്കൂള്, കൊണ്ടുവന്ന സ്കൂള്, അന്ന് കൊണ്ടുവന്ന ആശുപത്രി, ഇതല്ലാതെ അതിനുശേഷം ഈ 20 വർഷത്തിനുള്ളിൽ ഒരു പദ്ധതി പറയാമോ? മുളക്കുളം പഞ്ചായത്ത് എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ്. മുളക്കുളത്തിൻ്റെ നെല്ലറയാണ് ഇടയാട്ട് പാടശേഖരം. അവിടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം അവിടെ കൃഷി ചെയ്യുന്ന കർഷകർ സമയത്ത് വെള്ളം പറ്റാതെയും വെള്ളമില്ലാതെയുമുള്ള ദുരിതം കൊണ്ടാണ്. അന്നത്തെ കാലത്ത് 80കളിൽ ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു പെട്ടിയും പറയും, അല്ല സെൻട്രിഫ്യൂജൽ പമ്പ്. ഇതുവരെ നമ്മുടെ പഞ്ചായത്തിൽ വന്നില്ല. കഴിഞ്ഞ വർഷവും വെള്ളം ഇറക്കാതെ കൃഷി ചെയ്യാതെ ബുദ്ധിമുട്ടി. 25 ലക്ഷം രൂപ മുടക്കമുള്ള ഒരു കൊയ്ത്ത് മിഷൻ മേടിച്ച് കിടപ്പുണ്ട് അവിടെ. ഷോക്കേസിൽ കിടക്കുക. ഇവരുടെ ആരുടെയും പൈസയല്ലല്ലോ അത്, ഞങ്ങൾ അധ്വാനിച്ച പൈസയല്ലേ. അതിനോട് ചോദിച്ചാൽ കൃഷി ഓഫീസറുടെ ആണെങ്കിൽ പഞ്ചായത്ത് പറയും, പഞ്ചായത്തിൻ്റെ അന്ന് കൃഷി ഓഫീസർ പറയും, ആർക്കും ഉത്തരവാദിത്തമില്ല. ഇതൊന്നും ചോദിക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷമോ രാഷ്ട്രീയ പാർട്ടികളോ ആരും തയ്യാറായില്ല എന്നുള്ളതാണ് ഇതിനുള്ള കാരണമായി ഞാൻ പറയുന്നത്. ഇവർക്കാർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഒരു പദ്ധതിയെപ്പറ്റി സർക്കാരിന് സബ്മിറ്റ് ചെയ്ത ഒരു പദ്ധതി ഇല്ലല്ലോ. 28 കോടി, 30 കോടി, 32 കോടി ബഡ്ജറ്റ് അവതരിപ്പിക്കും, 12 കോടി, 13 കോടി എസ്റ്റിമേറ്റുകൾ അനുസരിച്ച് ചിലവാക്കും. ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതിനകത്ത് എന്താ? 150 മീറ്റർ റോഡ്, 4 അംഗൻവാടിക്ക് കഞ്ഞി കൊടുത്തു, അല്ലെങ്കിൽ 10 കോഴിക്കുഞ്ഞിനെ കൊടുത്തു, 4 കക്കൂസ് കൊടുത്തു. ഇത്രയല്ലേ ഉള്ളൂ. ഇതല്ല ഭരണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, കണക്കുകൾ കഥ പറയുമ്പോൾ പ്രസിഡന്റിന് എന്താണ് മറുപടി പറയാനുള്ളത്? കണക്കുകൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് വിവരാവകാശം അനുസരിച്ച് കണക്കുകൾ കഴിഞ്ഞ മാസം കൊടുത്താണ്. ആ കണക്കുകൾ കറക്റ്റാണ്. വിവരാവകാശം വെച്ച് അദ്ദേഹം എടുത്ത കണക്കുകൾ ശരിയാണ്. കണക്കുകൾ വെച്ച് നമ്മുടെ പഞ്ചായത്ത് ലഭിച്ചിരിക്കുന്ന ഫണ്ട് നമ്മൾ അത് 100% ചെലവഴിച്ചിട്ടുണ്ട്. ആരെങ്കിലും എന്ത് പറഞ്ഞാലും 100% കഴിഞ്ഞ വർഷവും നമ്മൾ 100% ഫണ്ട് ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ കൃഷി മേഖലയ്ക്ക് ഒരു പദ്ധതിയാണ് നമ്മൾ ഏറ്റെടുത്ത പദ്ധതിയിൽ ഇടയാറ്റ് പാടം കൃഷിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പദ്ധതി ഏറ്റെടുത്തിട്ട് നടക്കാതെ പോയത്. അത് ഗവൺമെൻറ്റിൽ പോയി അതിൻ്റെ അനുവാദം കിട്ടാൻ താമസം വന്നുകൊണ്ടാണ് ആ പദ്ധതി ഏറ്റെടുക്കാത്തത്. ജില്ലാ പഞ്ചായത്ത് 29 ലക്ഷം രൂപയുടെ മിഷൻ മേടിച്ച് അതിൻ്റെ ഏർപ്പാട് ജില്ലാ പഞ്ചായത്ത് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് 14 ലക്ഷം രൂപയുടെ ടെൻഡർ ചെയ്തു. മിഷൻ ഉണ്ടോ? മിഷൻ അല്ല, മിഷൻ കിട്ടണമെങ്കിൽ ഇത് ചെയ്യണ്ടേ? ഇത് ചെയ്യണമെങ്കിൽ പാടശേഖരത്തിൽ കൃഷി ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് അനുവാദം വേണം. അതിന് NOC കിട്ടാത്തതിൻ്റെ ഫലമായിട്ടാണ് ആ പദ്ധതി നടപ്പാകാതെ പോയത്. അത് ആ പദ്ധതിയെ സംബന്ധിച്ച് പറയാനുള്ളത് അതാണ്. പിന്നെ കണക്ക് ഇത് വ്യത്യാസമില്ല. കണക്ക് പറഞ്ഞല്ല ശരിയാണ്. കണക്ക് അവിടുന്ന് വിവരാവകാശം വെച്ച് കൊടുത്താണ്. പ്രതിപക്ഷം പിന്നെ നേരത്തെ ചില അംഗൻവാടിയെ പറ്റി, ലൈഫ് ഭവന പദ്ധതിയെ പറ്റി പ്രതിപക്ഷം ഇവിടെ പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതി ഒരു വീടിന് പൈസ കൊടുക്കാനുണ്ടായിരുന്നത്, അല്ലെ ഏതെങ്കിലും ഭവന പദ്ധതിക്ക് വീട് കൊടുക്കുന്ന ആദ്യത്തെ ഘടകം 40,000 രൂപ, തറ പൂർത്തീകരിച്ചാൽ 1 ലക്ഷം രൂപ. അങ്ങനെ 4 ഗഡുക്കളായിട്ടാണ് കാശ് കൊടുക്കുന്നത്. ആദ്യം അത് മനസ്സിലാക്കണം. പണി പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് 17-ാം വാർഡിലെ ഒരു പാവപ്പെട്ട ഒരു ക്യാൻസർ പേഷ്യൻ്റായിരുന്നു. അവരുടെ കാശ് കൊടുക്കാൻ താമസിച്ച് പോയത് പണി പൂർത്തീകരിക്കാത്തതുകൊണ്ട്. പണി പൂർത്തീകരിച്ച് അവരുടെ കാശ് കഴിഞ്ഞ ആഴ്ച കൊടുത്തു. അവിടെ ഒരു പരാതി വന്നു. ഉടനെ ഞാൻ പറഞ്ഞു ഉള്ള പൈസ ഏതെങ്കിലും എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അന്നേരം 1 ലക്ഷം രൂപയും കൊടുത്തു. അപ്പോൾ ഏതെങ്കിലും വകുപ്പ് വന്നാൽ അതനുസരിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. ലൈഫ് ഭവന പദ്ധതി സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അല്ലാതെ അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല.
ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇനി ചോദിച്ച് അവിടെ നിന്നുള്ള ചോദ്യങ്ങളിലൂടെ ഉത്തരം പറഞ്ഞാൽ നമുക്ക് പോവാം. മൈക്ക് കൈമാറും. ആരൊക്കെ ചോദിക്കാൻ? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് തെന്തല പഞ്ചായത്തിൻ്റെ അല്ല, മുഴക്കുളം ഗ്രാമപഞ്ചായത്തിൻ്റെ കഴിഞ്ഞ വർഷം 5 വർഷക്കാലത്തെ വികസന പ്രവർത്തനത്തെ സംബന്ധിച്ചാണ് പ്രധാനമായും ഇന്ന് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ചർച്ച നടക്കുമ്പോൾ ആ ചർച്ചയിൽ കേന്ദ്രവും കേരളവും മറ്റ് ത്രിതല പഞ്ചായത്തുകളും കടന്നു വരും. അത് സ്വാഭാവികമാണ്. ഇവിടെ പ്രസിഡന്റ് 42 വർഷത്തെ സീനിയോറിറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് നിന്നു. പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തിക്കൊള്ളാം എന്ന് പ്രസിഡന്റ് ആദ്യമേ തന്നെ അഡ്വാൻസ് പറഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇവിടെ പല പദ്ധതികൾ, ഇവിടെ രാജു സൂചിപ്പിച്ച ചില പദ്ധതികളുണ്ട്. പല പദ്ധതികളും വാസ്തവത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയോ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെയോ കാലാകാലങ്ങളിൽ കൊടുക്കുന്ന ഗ്രാൻറ്റുകൾ ഉപയോഗിച്ച് നടത്തുന്ന ചില വികസന പ്രവർത്തനം അല്ലാതെ അടിസ്ഥാനപരമായി ഈ കാലയളവിൽ മുഴക്കുളം പഞ്ചായത്തിന് ഒരു വികസനം പറയാനുണ്ടോ? എത്രയോ വർഷം മുമ്പ് ഇവിടെ KS സജീവ് ഇവിടെ സ്ഥലം വാങ്ങിച്ചിട്ടു. ആ സ്ഥലം ഇന്ന് വണ്ടികളും മറ്റു കാര്യങ്ങളുമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു സിവിൽ സ്റ്റേഷൻ പണിയാമായിരുന്നു. അയാളുടെ സ്ഥലം അവിടെയുണ്ട്. അത് പണിയാൻ ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല. അതിനകത്തൊരു മൂത്രപ്പര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ മൂത്രപ്പര വർഷങ്ങളായിട്ട് അടഞ്ഞു കിടക്കുക. അതിനകത്ത് കറണ്ട്, വെള്ളം, എല്ലാത്തിൻ്റെ പൈസ അടയ്ക്കാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിയാതെ, ശമ്പളം പോലും കൊടുക്കാതെ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ ഇരിക്കേണ്ടി വന്നു. ഇന്നും അത് തുറക്കാതെ അടഞ്ഞു കിടക്കുന്ന ഇതാ കിടക്കുന്നത്. ഇപ്പോൾ മാലിന്യത്തെക്കുറിച്ച് ഓർത്തു, ഇന്നും ഇവിടെ പട്ടി മരിച്ച് ചത്തുകിടപ്പുണ്ട്. ഈ വഴിയിൽ പട്ടി കിടപ്പുണ്ട്. ഇന്നും ഇവിടെ നമ്മുടെ താഴെ പട്ടി ഇവിടെ മരിച്ചു കിടപ്പുണ്ട്. നമ്മൾ പോകുമ്പോൾ കണ്ടു കാണാം. മാലിന്യത്തെക്കുറിച്ച് എന്തവർക്ക് പറയാനുള്ളത്? എന്താ അവർ ചെയ്യുന്നതെന്നുള്ളതിനെക്കുറിച്ച് യാതൊരു അടിസ്ഥാനപരമായ ഒരു വികസനം പറയാനില്ല. പിന്നെ അംഗൻവാടിക്ക് സ്ഥലം കൊടുത്ത കാര്യം പറഞ്ഞു. അവിടെ LDF പ്രതി പറഞ്ഞു MLA അങ്ങനെ ഫണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ MLAയുടെ ചങ്ക് പൊട്ടുണ്ടാകുമെന്ന് പറഞ്ഞു. ഇവിടെ കടുത്തുരുത്തിയിൽ കഴിഞ്ഞ 10-20 വർഷക്കാലമായിട്ട് MLA കൊടുത്ത പദ്ധതി അല്ലാതെ വേറൊരു പദ്ധതിയുടെ പറയാനുണ്ടോ? ഏതെങ്കിലും പറയാനുണ്ടോ? ഗവൺമെന്റിന്റെ റോഡുകളായിക്കോട്ടെ, MLAയുമായി പറയട്ടെ, MLAയുമായി ബന്ധപ്പെട്ട് പേരുവ ഗവൺമെന്റ് ഹൈസ്കൂളിന് കിഫ്ബി ഫണ്ടില് 2.5 കോടി രൂപ കിഫ്ബി ഫണ്ടില് MLA കൊടുത്തു. നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോവാ. അത് MLAയുടെ ഫണ്ടാ. പറയട്ടെ, MLAയുടെ ഫണ്ടാ. അങ്ങനെ ഇവിടെ ഈ റോഡുകൾ പൊട്ടിത്തെറി നടക്കുക. സഞ്ചാരികൾക്ക് നടത്തി. എന്തുകൊണ്ടാ? വാട്ടർ അതോറിറ്റിയും പീഡപ്പിടിയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഒച്ച വെച്ചാൽ പീഡപ്പിടിയും പൊതുമരാമത്ത് വകുപ്പും തമ്മിൽ തർക്കമുണ്ടാക്കി റോഡിന് ഫണ്ട് കൊടുക്കാതെ പൈപ്പിട്ട് യഥാസമയത്ത് കൈമാറാത്തതിന്റെ പേരിൽ ആ 600 കടുത്തിരുത്തി റോഡ് ഇന്നും സഞ്ചാരമല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുക. ആരാണ് ഉത്തരവാദി? അതിന് ഇവിടെ ഗവൺമെന്റ് എന്ന നിലയിൽ ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുക്കണ്ടേ ഗവൺമെന്റ്? ഓക്കെ പ്രസിഡന്റ്, ഇപ്പൊ വികസനം നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഇത്രയും കാലഘട്ടത്തിനിടയിൽ വികസനം നടന്നിട്ടില്ല എന്ന്. അതായത് സ്വന്തമായ ഒരു കാര്യം മറ്റ് ഏജൻസികളുടെയും പരിപാടികൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഇത് പ്രതിപക്ഷത്തുനിന്ന് ആരോപണം വേണമല്ലോ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും
കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanjirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. അതായത് സ്വന്തമായ ഒരു കാര്യം മറ്റ് ഏജൻസികളുടെയും പരിപാടികൾ മാത്രമാണ് ഇവിടെ നടന്നിട്ടുള്ളതെന്ന് പറയുന്നത്. അല്ല, ഇത് പ്രതിപക്ഷത്തു നിന്ന് ആരോപണം വേണമല്ലോ. ഒരു കാര്യം നടക്കും പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് ആരോപണം ഉണ്ടാകണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ അത് ന്യായമായ ആരോപണമായിരിക്കണം. ഇവിടെ ലൈഫ് ഭവന പദ്ധതിയുടെ കാര്യം പറഞ്ഞു, അത് തെറ്റായ സന്ദേശമാണ്. ഞാൻ ലൈഫ് ഭവന പദ്ധതി 124 വീട് കൊടുത്ത ഒരു സത്യകേടും പറഞ്ഞില്ല. അതുപോലെ PMAYയുടെ വീട് കൊടുത്തിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യവും ഇവിടെ സൂചിപ്പിച്ചില്ല, കാരണം ആ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുഴുവൻ കാര്യവും പറഞ്ഞില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, അവിടെ ജെഫി ജോസഫ് ഒരു കാര്യം പറഞ്ഞു. 5 വർഷം മുമ്പ് എൻ്റെ സ്വപ്ന പദ്ധതിയായിരുന്നു. ജെഫി ജോസഫ് പറഞ്ഞ ഒരു കാര്യമാണ്, ഇവിടെ ഒരു സിവിൽ സ്റ്റേഷൻ വേണം. പഞ്ചായത്ത് കെട്ടിടം ചോർന്നൊഴിച്ച് പല ചെറിയ ചെറിയ പണികൾ ചെയ്താണ് പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്നത്. അതെന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ ഇവിടെ പ്രതിപക്ഷ മെമ്പർ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചു, 1.5 കോടി രൂപ ഗ്രാമീണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. 1.5 കോടിയല്ല, 2 കോടി രൂപ ഗ്രാമീണ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് പറഞ്ഞു. 2 കോടിയുണ്ട്. എന്തിനാണ് ആ 2 കോടി ഇട്ടത്? ബാക്കി കാശ് മറ്റ് ഏജൻസികളിൽ നിന്ന് മേടിച്ച് ഈ നമ്മുടെ സിവിൽ സ്റ്റേഷൻ പണിയുന്നതിന് വേണ്ടി എല്ലാ നടപടിക്രമവും പൂർത്തിയായി. സോയിൽ ടെസ്റ്റ് കഴിഞ്ഞു, അതിൻ്റെ എഗ്രിമെൻറ്റ് വെച്ചു. എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ പ്ലാൻ കൊണ്ടുവന്നതിൻ്റെ പ്ലാൻ അംഗീകരിച്ച് എഗ്രിമെൻറ്റ് വെച്ചു. ഞാനല്ല, അടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ആരായാലും ആ പണി നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ കാര്യം ഞാൻ നടത്തിയിട്ടുണ്ട്. എന്തായിട്ട് പറയാം, ഈ മെമ്പറൊക്കെ എതിർത്തേക്കും. അതിന് ഈ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എതിർത്ത കേസാണ്. പക്ഷേ ഞാനത് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ അതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിക്ക് ഈ പ്രതിപക്ഷ മെമ്പർ ഇവിടെ ഇരുന്ന് സൂചിപ്പിച്ചല്ലോ, ഇവരെല്ലാം എതിരായിട്ട് വിയോജനക്കുറിപ്പ് എഴുതിയ പഞ്ചായത്താണ് മുളക്കളം പഞ്ചായത്ത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് പോലും നടത്തിയെടുത്തിട്ടുണ്ട്. എനിക്ക് തൻ്റെ അടുത്തോടു കൂടി പറയാം, ഇവിടെ രവി പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. രവി പറഞ്ഞ ഒന്നും നടന്നിട്ടില്ലെന്ന്. ഇവിടുത്തെ റോഡുകളെ പറ്റി പറയാം. ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ നിങ്ങൾ പറയും, എത്ര റോഡുകൾ പൂർത്തീകരിക്കാനുണ്ട്? നിങ്ങൾ ആരെങ്കിലും പ്രതിപക്ഷത്തുനിന്ന് കൃത്യമായി പറയും.
ഇവിടുത്തെ KPFL റോഡിൽ കിടക്കുന്ന ഇത് നമുക്ക് മാറ്റാൻ പറ്റുമോ? KPFL റോഡിലാണ് നമുക്കിവിടെയുള്ള ഏറ്റവും കൂടുതൽ മാലിന്യം. നിങ്ങൾക്കറിയാം, ചെന്നൽ റോഡ്. ആ മാലിന്യം നമ്മളല്ല മാറ്റണം, അവരാ മാറ്റണം. അവർക്ക് നമ്മൾ നോട്ടീസ് കൊടുത്തു. നമ്മുടെ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള മാലിന്യം മാറ്റാൻ നമുക്ക് അധികാരമുള്ളൂ. അത് നമ്മൾ മിക്കവാറും എല്ലാം 100% ഇല്ലെങ്കിലും ഒരു 85-90% വരെ പരിഹരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആരെന്നാ പറഞ്ഞാലും അതൊക്കെ നേട്ടത്തിന് വേണ്ടി ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാൻ നേട്ടത്തിന്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ആർക്കും എന്തും പറയാമെന്നുള്ള രീതിയിലുള്ള സംസാരമാണ് ഇവിടെ സംസാരിക്കുന്നത്. അത് ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞത് ശരിയല്ല. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞു ബസ് സ്റ്റാൻഡിന് മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ്. അത് നിയമപരമായിട്ട് എല്ലാം ഫോർവേഡ് ചെയ്തിട്ട് കെട്ടിടം പണിയാനായിട്ട് നിയമ നടപടികൾ മൂലം എല്ലാം പാലിച്ചുകൊണ്ട് ചെയ്യാനാണ് പ്രതിപക്ഷ അംഗങ്ങളെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ പറഞ്ഞത്. അത് ബഹുമാനപ്പെട്ട സെക്രട്ടറി അത് അംഗീകരിച്ചു. പക്ഷേ പ്രസിഡന്റിന് അത് അംഗീകരിക്കാൻ പറ്റിയില്ല. പ്രസിഡന്റിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിനോടല്ല യോജിപ്പ്. പ്രസിഡന്റിന് എന്തും പറഞ്ഞ്, അതായത് ഞാൻ വളരെ സ്നേഹപൂർവ്വം പറയാം, ലേഡി മെമ്പർമാരെന്നല്ല, അല്ല ഭരണപക്ഷത്തെ മെമ്പർമാരെന്നല്ല, പ്രതിപക്ഷ മെമ്പർമാരെന്നല്ല, ആർക്കും സംസാരിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിങ്ങൾ ഒരു പ്രാവശ്യം വന്നിരിക്കുക, ഒരഭിപ്രായം പറയാൻ ഒരു വ്യക്തികളെ സമ്മതിക്കാനില്ല. അത് പ്രതിപക്ഷമൊന്നുമില്ല, ഭരണപക്ഷമൊന്നുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. വ്യക്തികൾ അതായത് ഭിന്നിച്ച് ഭരിപ്പിക്കുക. അതായത് എന്ത് കാര്യം പറഞ്ഞാലും ഒരു 3-4 മെമ്പർമാരെ കൂടെ വേണം, ബാക്കിയുള്ളവർ വേണ്ട. ഇല്ലേ, ഭരണപക്ഷത്തുള്ള മെമ്പർമാർ ഇപ്പൊ ഇവിടെ വന്നിട്ടില്ല. എന്തിയേ വരാത്തത്? അല്ല, ഇതിന് മറുപടി എന്തിയാ വരാത്തത്? ഒരു ആരോപണം ഉന്നയിക്കുക പ്രസിഡന്റിനെതിരെ. എൻ്റെ കൂടെ 17 മെമ്പർമാരുണ്ടായിരുന്നു. പറയട്ടെ, പ്രസിഡന്റ് പറയട്ടെ. 17 മെമ്പർമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. 17 പേരും ഒരു 3.5 വർഷം വരെ ഒന്നിച്ചൊറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി. ഇടക്കാലത്ത് 1.5 വർഷം, 1 വർഷക്കാലമായുള്ളൂ. ചില മെമ്പർമാർ അത് ഗ്രൂപ്പ് തിരിക്കാൻ നോക്കി. ഈ ഗ്രൂപ്പ് നമ്മൾ ചെലവായി എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ചെലവായി എന്ന് പറഞ്ഞവനാ. അപ്പം എനിക്ക് 8 മെമ്പർമാരേ ഉള്ളൂ ആകെ. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഗ്രൂപ്പ് തിരിച്ച് എന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും നോക്കി. പക്ഷെ ഒന്നും നടക്കാതെ വന്നപ്പോൾ എല്ലാവരും പരിശോധിക്കി. ഇതാണ് വാസ്തവം. ഇവർ പറയുന്ന ഈ സിവിൽ സ്റ്റേഷന് ഞാൻ 2 കോടി രൂപ അതിനുവേണ്ടി മാറ്റിയിട്ടെന്ന് ഞാൻ അന്ന് പറഞ്ഞു. കമ്മിറ്റിക്കകത്ത് പറഞ്ഞ് 2 കോടി രൂപ മാറ്റിയിട്ടു. അനുവാദം തിരുവനന്തപുരത്ത് പോയി കിട്ടി. അനുവാദം കിട്ടിക്കഴിഞ്ഞാണ് കമ്മിറ്റി വെച്ചത്. നിങ്ങൾ ശ്രദ്ധിക്ക്, അനുവാദം കിട്ടിക്കഴിഞ്ഞ് 2 കോടി രൂപ കേരള ബാങ്കിൽ കിടക്കുന്നു. ഈ ബാങ്കിൽ കാശ് കിടക്കുമ്പോൾ ആ കാശെടുത്ത് നമുക്ക് തോളെ കെട്ടിടം പണിയെന്ന് പറഞ്ഞപ്പോൾ ഈ പ്രതിപക്ഷ നിയമപ്രകാരം നിയമമല്ല സെക്രട്ടറി സമ്മതിക്കുമോ? നിങ്ങളൊരു കാര്യം മനസ്സില്ല, ഏതെങ്കിലും മോഷന്മാരുണ്ടോ? നിയമാനുസരിച്ചല്ല സെക്രട്ടറിമാർ സമ്മതിക്കുമോ? കമ്മിറ്റിയിൽ സെക്രട്ടറി സമ്മതിക്കാൻ സെക്രട്ടറി പറഞ്ഞു നിങ്ങൾ പറയുന്ന പോലെ തന്നെ നടത്തുള്ളൂ, നിയമപരമായിട്ടല്ലാതെ മുന്നോട്ട് പോകത്തില്ല ഞങ്ങളോട്. നിയമപരമല്ലാത്ത അല്ല, പ്രസിഡന്റ് പറയട്ടെ. അല്ല, പ്രസിഡന്റ് പറയട്ടെ. പ്രസിഡന്റ് പറയട്ടെ. ഞാൻ പറഞ്ഞ ഒരു കാര്യം, ഇവിടെ 2 കോടി രൂപ ഞാൻ പറഞ്ഞു ബാങ്കിൽ കിടപ്പുണ്ട്. കഴിഞ്ഞ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞു 2 കോടി രൂപയുണ്ട്, ബാക്കി വിവിധ ഏജൻസികളിൽ നിന്ന് മേടിച്ച് പറയാം എന്ന് പറഞ്ഞപ്പോൾ നിയമപരമായിട്ടല്ലെങ്കിൽ സെക്രട്ടറിമാർ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഇരിക്കുന്ന സഹോദരന്മാർക്കറിയാവോ? നിയമപരമായിട്ട് അതിൻ്റെ ഓർഡർ മേടിച്ച് തിരുവനന്തപുരത്ത് പോയി ഓർഡർ മേടിച്ച് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ പറയണത്. അവർക്ക് വിശ്വാസമില്ല. ഞാൻ ചെയ്യണേ മൈക്ക് ലിങ്ക് കിട്ടത്തില്ല. തിരുവനന്തപുരത്തില്ല, തിരുവനന്തപുരത്ത് സാക്ഷ്യം കിട്ടണം. അവരോട് പറയേണ്ട കാര്യമില്ല, സാക്ഷ്യം വേണം. എന്റെ കൂടെ നിൽക്കുന്ന മെമ്പർമാരൊക്കെ വിശ്വാസമുണ്ട്. ചേട്ടാ, നമ്മളെ ഇവിടെ നിങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ചക്രത്തിൽ പോരാട്ടം കാണാൻ വന്നതല്ല ഞങ്ങൾ. ഇവിടുത്തെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും നിങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങളും അതിന് പ്രതിപക്ഷം എന്തൊക്കെ ഇവിടെ ചെയ്യുന്നതാണ്. ചോദ്യം എന്തെങ്കിലും ഉണ്ടോ? ചോദ്യമുണ്ട്, ചോദിക്കട്ടെ. നമുക്കറിയാം, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് പദ്ധതിയായ 2.6133 കോടി രൂപ
ഈ 2024-25 സാമ്പത്തിക വർഷത്തിലോട്ട് മുളക്കുളം പഞ്ചായത്തിന് അനുവദിച്ചിട്ടുണ്ട്. ഉണ്ട്, എൻ്റെ വിവരാവശ്യമുണ്ട്. ഞാൻ കാണിച്ചുതരാം, എടുത്തു തരാം, കോപ്പി തരാം ചേട്ടാ, എൻ്റെ കോപ്പി തരാം. ആ പദ്ധതി വെച്ച് നമുക്ക് പഞ്ചായത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഒന്ന് മാലിന്യമുക്ത കേരളം. നമുക്കറിയാം 35 ഏക്കറുള്ളൊരു 11ാം വാർഡിൽ ഒരു സ്ഥലത്ത് 5 ഏക്കറോളം വേസ്റ്റ് മാത്രം കൊണ്ട് കുന്നുകൂട്ടിയൊരു സംഭവം ഇവിടെ ഉണ്ടായി. ആ സാധനം ഇവിടെ വെളിയിൽ കൊണ്ടുവന്നത് ദൃശ്യ ചാനലാണ് 11ാം വാർഡിൽ. അപ്പം നമുക്കിവിടെ അറിയേണ്ട കാര്യങ്ങൾ നിങ്ങൾ നടത്തുന്ന വികസന കാര്യം. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോഴാണ് ഇവർ തമ്മിൽ തല്ലായിരുന്നെന്നും അടിയായിരുന്നെന്നും ഒക്കെ ഇവിടെ ജനാറിച്ചത്. ഇവർക്ക് 5 വർഷം ഉണ്ടായിരുന്നല്ലോ. ഈ പെരുവക്കവിലെ മൈക്ക് കെട്ടി ഇത് പറയാൻ മേലായിരുന്നു. ഇവിടുത്തെ പ്രസിഡന്റ് ഞങ്ങളെ പീഡിപ്പിക്കുകയാണ്, പ്രസിഡന്റ് ഞങ്ങളെ കമ്മിറ്റിയിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് ജനങ്ങളെ അറിയിക്കാൻ മേലായിരുന്നു. ഈ 2 മാസം ഇലക്ഷന് ഏതാണ്ട് 2 മാസം പൂർത്തീകരിച്ചപ്പോൾ ഇവർ തമ്മിൽ തല്ലി ജനങ്ങളെ കാണിക്കാൻ വന്നേക്കും. അത് വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ കേന്ദ്ര ഫണ്ടോ കേന്ദ്ര പദ്ധതികൾ നമ്മൾ മേടിച്ചെടുക്കണമെങ്കിൽ അതിൻ്റെ പദ്ധതികളുമായിട്ട് നമ്മൾ മുന്നോട്ട് വരാം. ജനങ്ങൾക്ക് അനുകൂലമായ നടപടികൾ സ്വീകരിക്കണമെന്ന് മാത്രം ഞാൻ ഇതിന് മറുപടി LDF പ്രസിഡന്റ് പറയട്ടെ. ഞാനേ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഓക്കെ. ഇവിടെ വനിതാ മെമ്പർമാരെ അവരെ കൊണ്ട് സംസാരിക്കാൻ സമ്മതിക്കുകയില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് സമ്മതിക്കുകയില്ല എന്ന് ഇവിടെ പ്രതിപക്ഷ നേതാവ് വളരെ ഗൗരവമായി പറഞ്ഞു. അത് വ്യക്തമായി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഏതെങ്കിലും വനിതാ മെമ്പർമാരെ ഏതെങ്കിലും കാരണവശാൽ ആരോടെങ്കിലും ഒരു മോശമായ ഒരു വാക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇത് രാജിവെച്ചു പോകാം. ഒരാൾ വന്ന് മൈക്ക് കിട്ടുമ്പോൾ, എന്നെപ്പറ്റി അറിയാവുന്നതൊക്കെ അറിയാം, ഒരാൾ മൈക്ക് കിട്ടിക്കഴിയുമ്പോൾ വളരെ മോശമായി വളരെ അസഭ്യമായ രീതിയിലാണ് സംസാരിച്ച പ്രതിപക്ഷ നേതാവ് ഇവിടെ സംസാരിച്ചത്. ഞാനൊരു മെമ്പർമാരെ അവഹേളിച്ചിട്ടില്ല, ഒരു മെമ്പർമാരോട് മോശമായി സംസാരിച്ചിട്ടില്ല, അങ്ങനെ സംസാരിക്കുന്ന വ്യക്തിയല്ല. ഇവിടുത്തെ ജനങ്ങൾക്കറിയാം എങ്ങനെ എന്നാ മൂളിയാലും ഇതൊന്നും പ്രയോജനമല്ല. ഇവരൊക്കെ ഇങ്ങനെ ആവശ്യം കിട്ടിയപ്പോൾ ഇതൊരു സമയം വന്നപ്പോൾ മുതലെടുക്കാം എന്നുള്ള രീതിയിൽ വന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ കുറച്ച് ആംഗ്യം കാണിക്കൊണ്ട് അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രതിപക്ഷ നേതാവിനോട് ഒരു കാര്യം അതിൻ്റെ കൂടി മറുപടി കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾ പറയുന്നു ഇത് നിയമപരമല്ലാത്ത രീതിയിൽ ആയതുകൊണ്ടാണ് ഇതിന് പെർമിഷൻ സെക്രട്ടറി സമ്മതിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് പ്ലാനിംഗ് ബോർഡിൽ ഇരിക്കുന്ന ആൾക്കാരെന്നാൽ യാതൊരു ബോധമില്ലാത്തവരാണ്. ഇതിന് സാക്ഷൻ തിരുവനന്തപുരത്ത് നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നിയമപരമല്ലാത്ത കാര്യത്തിന് കൊടുക്കുമോ? അപ്പോൾ അവിടുത്തെ ഇരിക്കുന്ന ഓഫീസറേക്കാൾ വലിയ ആളാണോ ഇവിടുത്തെ സെക്രട്ടറി? പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളിപ്പോൾ രാജ്ചേട്ടൻ ഉൾപ്പെടെ ഇവിടെ പറഞ്ഞ ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ പഞ്ചായത്തിൽ എന്തെങ്കിലും ഒരു വ്യക്തമായിട്ടുള്ളൊരു പ്രോജക്റ്റ്, ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്രിമിറ്റേറിയത്തിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന ഇപ്പം ഞങ്ങൾ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു നമ്മുടെ എന്താ പറയുക കമ്മ്യൂണിറ്റി ഹാളിനെ കുറിച്ച് ഞങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം നടക്കണമെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൻ്റെ ഒരു വർഷത്തെ തനത് ഫണ്ടും അല്ലെങ്കിൽ കിട്ടാൻ പോകുന്ന ഫണ്ടിനകത്ത് നിന്ന് ഒരു വലിയൊരു എമൗണ്ട് വേണം, ഒരു 6, 7, 8 കോടി രൂപ വേണം. ഈ പൈസ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഫണ്ടും കൂടി ഒരു വർഷത്തേന് ഇതിലേക്ക് വേണ്ടി മാറ്റിവെച്ചെങ്കിൽ മാത്രമേ അങ്ങനെ തയ്യാറാകുന്ന എത്ര മെമ്പർമാരുണ്ട് പ്രതിപക്ഷത്ത്? എത്ര മെമ്പർമാരെ ഇതിന് ഞങ്ങളുടെ ഫണ്ട് ഇങ്ങനെ ഒരു വലിയൊരു വികസന പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ ഫണ്ട് ഞങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് പറയാൻ തൻ്റെ ഉള്ള എത്ര പ്രതിപക്ഷ മെമ്പർമാർ നമ്മുടെ പഞ്ചായത്തിലുണ്ട്? ഒന്നത്. എന്നിട്ട് നിങ്ങൾ വികസനത്തെക്കുറിച്ച് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയോടാണ് വേറൊരു കാര്യം ചോദിക്കാനുള്ളത്. നമ്മുടെ ഇപ്പോൾ ഇതിനകത്ത് ഡയസിലുള്ള ആൾ ഇത് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം വഹിച്ചിരുന്ന ആളാണ്. ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഏകദേശം ഈ നമ്മുടെ പഞ്ചായത്ത് ഈ കഴിഞ്ഞ 10 വർഷം മുമ്പാണ് മുളക്കുളം പഞ്ചായത്ത് ഉണ്ടായെന്നും ഇവരൊക്കെ ഭരിച്ചിരുന്നതാണ്. അവർ ഭരിച്ചിരുന്നപ്പോൾ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് അവരൊന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 25 വർഷമായി ജനകീയാസൂത്രണ പ്രസ്ഥാനം ഇന്നൊന്നും അല്ല വന്നത്. 25 വർഷമായിട്ട് മുളക്കുളം പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ കഴിഞ്ഞ 10 വർഷക്കാലം തുടർ ഭരണത്തിൻ്റെ ബെനിഫിറ്റ് ആയിരിക്കാം, പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം വളരെ വികസനത്തിൻ്റെ വല്ലാത്തൊരു കുതിപ്പ് നമ്മുടെ മുളക്കുളം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എടുത്തു പറയാതിരിക്കുന്ന നിർവാഹമില്ല. ഓക്കെ. അപ്പോൾ അതിനോടൊപ്പം നിങ്ങൾ ഇനിയിപ്പോൾ അടുത്ത നിങ്ങളാണ് വരുന്നതെങ്കിൽ എന്താണ് കോൺഗ്രസ് എന്ന നിലയിൽ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രതിനിധാനം ചെയ്യുന്ന UDFൻ്റെ വികസന കാഴ്ചപ്പാട് എന്താണ്? അതുകൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ലാസ്റ്റ് വികസന കാഴ്ചപ്പാട് നമുക്ക് അവസാനം വരാം. ഇതിപ്പോൾ പറഞ്ഞല്ലോ ആദ്യത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ ചേട്ടന്. അതിന് പ്രതിപക്ഷം എതിരാണെന്ന് പ്രസിഡന്റ് മാത്രം പറഞ്ഞാൽ പോരാ,
ഞങ്ങൾ ഒരു വികസന പരിപാടിക്കും തടസ്സം നിന്നിട്ടില്ല ഇന്ന് വരെ. പക്ഷേ ഇതിന് അംഗീകാരം, ഇതിന് സാങ്ഷൻ കിട്ടി എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞാലേ ഞങ്ങൾ അറിയുള്ളൂ. ഇതിന് അംഗീകാരം കിട്ടി എന്നുള്ളത് എപ്പോഴാണ് അറിഞ്ഞത്? ഇത് സെക്രട്ടറിയുടെ കമ്മിറ്റിയിൽ, ഇതിൻ്റെ കമ്മിറ്റിയിൽ ഒരു അജണ്ട വയ്ക്കുമ്പോൾ അജണ്ട വയ്ക്കേണ്ട നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിനാണോ വെച്ചതെന്നോ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. അന്നേരം സെക്രട്ടറി പറഞ്ഞു ഇല്ല, അവിടെ പോയി അനുവാദം മേടിച്ചതിന് ശേഷമേ ഫണ്ട് ഉപയോഗിക്കുകയുള്ളൂ. ചേട്ടാ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും വരയ്ക്കും. ഞങ്ങൾക്ക് ഈ ഭരണസമിതിയിൽ ഒരു അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട രണ്ടാം വാർഡ് മെമ്പർ വിഒയുടെ അല്ല എയുടെ വണ്ടി ഓടിക്കാനായിട്ട് ടെൻഡർ എടുത്തു. ഞങ്ങൾക്ക് അജിത് കുമാറിനെ ഞങ്ങൾക്ക് പേരറിയത്തുള്ളൂ. കമ്മിറ്റി ബുക്കിൽ അജിത് കുമാറെന്നും ഇവിടെ അജിത് KS എന്നും കണ്ട ഈ ടെൻഡർ വയ്ക്കാൻ വെച്ചത്. ഞങ്ങൾക്കറിയില്ലായിരുന്നു ഇത് രണ്ടും ഒന്നാണെന്നുള്ളത്. അംഗീകരിച്ചു പോയി. ഇപ്പം എന്തായി പ്രശ്നം? മെമ്പറിനെ അയോഗ്യനാക്കി വിട്ടോ? അതുകൊണ്ടാണ് നിയമപരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെ സെക്രട്ടറി ചെയ്യാവുള്ളെന്ന് ഉദ്യോഗസ്ഥരോട് ഞങ്ങൾ ഓരോ കമ്മിറ്റിയിലും പറയുന്നതിന് കാരണം. അല്ലാതെ വികസനത്തിന് മുരടിപ്പുണ്ടാക്കാനല്ല. ഒരു കാര്യം നമുക്ക് LDF പ്രതിനിധിയോട് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇപ്പോൾ പൊതുവെ ചർച്ചയിൽ വന്നത്. വികസനം കാലങ്ങളായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഇതുവരെ ഒരു പുതിയൊരു പ്രോജക്റ്റ് ഒന്നും വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മറ്റൊന്ന് MLAയുടെ ഫണ്ട് കാര്യങ്ങളൊന്നും അല്ലാതെ വേറെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നു. ഇതിന് മറുപടി? ഇവിടെ എൻ്റെ സുഹൃത്ത് ജെബി പറഞ്ഞ ഒരു വിഷയത്തിലേക്കാണ് ഞാൻ വരുന്നത്. ഈ 2.5 കോടി രൂപ ഈ പഞ്ചായത്ത് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞു. ഞാൻ പറയണത് ഇവിടെ തുല്യമായി മുളക്കുളം പഞ്ചായത്തിൽ ഒരു BJP-കാരനുണ്ട്. അങ്ങനെ 2.5 കോടി രൂപ ഈ മുളക്കുളം പഞ്ചായത്തിൽ ഒരു വികസന പ്രവർത്തനവുമായി ഒരു ഫണ്ട് നഷ്ടപ്പെടുത്തിയ പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിൽ ഞാൻ ചോദിക്കണേ, ജെബി നിങ്ങളിവിടെ ഉണ്ടായിരുന്നുള്ള ഈ മുളക്കുളം പഞ്ചായത്തിൽ എന്തുകൊണ്ട് ഇതിന് പ്രതികരിച്ചില്ല? നിങ്ങൾക്കൊരു പന്തംകുത്തി പ്രകടനം നടത്താൻ പറ്റാഞ്ഞോ? ഇവിടെ നിങ്ങൾ നടത്തിയോ? 2.5 കോടി രൂപ നഷ്ടപ്പെടുത്തി. പിന്നെ ജെബി പറഞ്ഞൊരു വിഷയം, ഇവിടെ നിങ്ങൾ എന്താണ് ഈ കഴിഞ്ഞ 5 കൊല്ലക്കാലം 10 കൊല്ലക്കാലം നടത്തിയത്? എൻ്റെയും ജെബിയുടെയും അടക്കം നമ്മുടെ ഈ നാട്ടിലെ സാധാരണക്കാരായ കുട്ടികൾ പഠിക്കുന്ന പെരുവയിലെ സ്കൂള് നമ്മളെടുത്ത് പരിശോധിച്ച് നോക്ക്. 10 വർഷം മുമ്പുണ്ടായിരുന്ന സ്കൂളാണോ ഇപ്പോൾ? കിപ്പിയിൽപ്പെടുത്തി 5 കോടി രൂപ മുടക്കി ആ കെട്ടിടം പണിത് അവിടെ ഇല്ല. അങ്ങനെ 140 മണ്ഡലങ്ങളുണ്ട്. നമ്മുടെ ആ ഒരു മണ്ഡലത്തിൽ പെരുവ സ്കൂളിൽ നമ്മൾ മുടക്കി. അതൊരു പുതിയ ഒരു പദ്ധതിയല്ലേ അത്? ഞാൻ പറഞ്ഞു 32 ലക്ഷം രൂപ മുടക്കി മടത്താട്ട് നഗറിൽ ഒരു സ്റ്റേഡിയം കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അത് നമ്മളൊരു വികസനമല്ലേ നമുക്ക് കാണാൻ പാടില്ലേ? നമ്മളെ കാണേണ്ട കാര്യങ്ങൾ വിമർശനങ്ങളായി കാണുകയും ആ രൂപങ്ങൾ കാണുകയും ചെയ്യണം. പിന്നെ എൻ്റെ ഒരു സ്നേഹിതൻ, എനിക്ക് ചേട്ടൻ്റെ പേരറിയാമല്ല, ചേട്ടൻ ആദ്യം പറഞ്ഞ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഹിന്ദുത്വം. ഇവിടെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനും ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ച യോഗ അല്ലത്. ഇവിടെ ദൃശ്യ ചാനലുകാർ ഒന്നുമല്ല. അങ്ങനത്തെ ഒരു ഭാഷ പറഞ്ഞത് പിൻവലിക്കണം. കാരണം ഇവിടെ ഹിന്ദുത്വവും മുസ്ലിമാനും എല്ലാം ഒന്നിച്ചും ഒരു ചരടോടെ. ഇത് UP-യിലും ഉത്തരേന്ത്യയിലൊന്നും അല്ല, ഇത് കേരളമാണ്. ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പിണറായി വിജയനാണ്. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്.
സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ദൃശ്യ ചാനലുകാർ ഒന്നുമല്ല അങ്ങനത്തെ ഒരു ഭാഷ പറഞ്ഞത് പിൻവലിക്കണം. കാരണം ഇവിടെ ഹിന്ദുവും ഹിന്ദുത്വവും മുസ്ലിമാനും എല്ലാം ഒന്നിച്ചും ഒരു ചരടോടെ. ഇത് യു പിയിലും ഉത്തരേന്ത്യയിലൊന്നും അല്ല, ഇത് കേരളമാണ്. ഈ കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്, പിണറായി വിജയനാണ്. കഴിഞ്ഞ 5-10 വർഷക്കാലമായി 1 രൂപയുടെ ഒരു ഗ്രാൻഡ് ഈ ഇന്ന് ഞങ്ങൾ അതിന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കാകൂ? നിങ്ങൾക്കാരുമോ? ഏതുപാട് ഞങ്ങൾക്ക് സൗകര്യമില്ല, ഞങ്ങൾക്ക് സൗകര്യമില്ല. ജാതീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ BJP ജാതീയ പാർട്ടി എന്ന് ആക്ഷേപിക്കുന്നതുകൊണ്ടാണ്. ചോദിക്കൂ ഇവിടെ അപ്പൊ ഞാൻ പറയാം. അപ്പൊ ആ തരത്തിലേക്ക് നമ്മൾ ഈ കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ ഇവിടെ ജബി ആദ്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, 10 വർഷത്തെ ജില്ലാ പഞ്ചായത്തിന് കണക്കുകളെ കുറിച്ച് വേണമെന്ന് പറഞ്ഞു. ഞാൻ 10 കൊല്ലം നിഷേധിച്ചിട്ടല്ല പറഞ്ഞത്. 10 കൊല്ലത്തിന് മുമ്പ് നമ്മുടെ അപ്പച്ചൻ സാറിനെയും കൂടെ പറയാം. അങ്ങനെ 15 വർഷത്തെ പറയാൻ ഞാൻ തയ്യാറാണ്. അപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ സ്വാഭാവികമായും 6,67,00,000 രൂപയുടെ വികസന പ്രവർത്തനം നമ്മുടെ മുളക്കുളം പഞ്ചായത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും നമ്മുടെ ഈ നാട്ടിൽ ഇരിക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും ജീവൽ പ്രശ്നവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട വന്ന ഒരു വികസന പ്രവർത്തനമല്ലേ. അത് നമ്മൾ കണ്ടിൽ നടിക്കാൻ പറ്റുമോ? നമ്മളെ വിശ്വസിക്കുന്നതിനെ അന്ധമായി വിശ്വസിക്കുന്ന കാര്യത്തിൽ അതിനകത്ത് എനിക്ക് യോജിപ്പില്ല. ഇപ്പം എന്തെല്ലാം കാര്യം പറയുമ്പോഴും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിന് ഏത് മാനദണ്ഡത്തിൽ മാർക്കിട്ടാലും അടിയിൽ നിന്ന് മുകളിലേക്ക് ഇട്ടാലും മുകളിൽ നിന്ന് താഴത്തേക്ക് ഇട്ടാലും 1ാം നമ്പറാണ് കേരളം. ഏത് വന്നാലും അത് UP അല്ല. മാലിന്യത്തിൻ്റെ കാര്യം പറഞ്ഞു. മാലിന്യത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും പ്രസിഡന്റോ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ വരുമ്പോൾ മറ്റേ തുണി കൊണ്ട് മറ്റേ അടയ്ക്കുന്ന സംസ്ഥാനമല്ല കേരളം. തുണി കൊണ്ട് പള്ളി മുറിക്കുകയോ അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്നതല്ല. മാലിന്യത്തെക്കുറിച്ച് UPയിലെയും ഡൽഹിയിലെയും മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുമോ? ഡൽഹിയിൽ ഒരു ശുദ്ധമായി ചോദിക്കാൻ പറ്റുമോ ഡൽഹിയിൽ? അപ്പോൾ ആ കഥയൊന്നും ഇവിടെ പറയണ്ട. സ്വാഭാവികമായും ഇവിടെ വികസന പ്രവർത്തനം കഴിഞ്ഞ 10 വർഷക്കാലം അടിസ്ഥാന വികസന രംഗത്ത് ഗവൺമെൻറ് നടപ്പാക്കിയിട്ടുള്ള നല്ല വികസനമാണ് നടത്തിയിട്ടുള്ളത്. ഒരു 15 വയസ്സ് പ്രായമായ ഒരു കുട്ടിയോട് ചോദിക്കുക കറണ്ട് കട്ടെന്ന് ചോദിച്ചാൽ ഇന്ന് അറിയാൻ പറ്റുമോ?
15 വർഷമായി ഒത്തിരി. ആ 15 വർഷം കൊണ്ട് കേരളത്തിൽ വന്ന മാറ്റങ്ങളായി തന്നെ കാണുന്നത്. ചേരി തിരിവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള മറുപടി അവിടെ ഞാൻ സംസാരിക്കാം. അതായത് ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദു സംസ്കൃതിയാണ്. ഹിന്ദു സംസ്കൃതി, ഇന്ത്യയുടെ ഹിന്ദു സംസ്കൃതി, അത് എഴുതാനും വായിക്കാനും പഠിക്കുന്നവർ ശരിയായിട്ട് പഠിച്ചു. ഹിന്ദു സംസ്കൃതി അത് ഹിന്ദു ജാതിയല്ല. ഹിന്ദു സംസ്കൃതി ഹിന്ദു സംസ്കൃതിയിൽ നമ്മളെല്ലാവരും ഉൾപ്പെടും. ഹിന്ദു സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന ഹിന്ദു സംസ്കൃതി. ഞാൻ ക്രിസ്ത്യാനിയാ, ഞാനും ഹിന്ദു സംസ്കൃതി പെടുന്ന. ഹിന്ദു ഒരു ജാതിയല്ല. ഹിന്ദു സംസ്കൃതി നമ്മളെല്ലാവരും ഉൾപ്പെടുന്നതാണ്. ആ ഹിന്ദു സംസ്കൃതിയിൽ നിന്നാണ് പൊട്ടി മുളച്ച് ഇവിടെ എല്ലാ ജാതികളും ശക്തി പ്രാപിച്ചത്. വേറെ കാര്യം, നിങ്ങൾ സംസാരിച്ചോ, നിങ്ങൾ ഇവിടെ നിങ്ങൾ പറയണേ ഇവിടെ അത് നടക്കത്തില്ല, ഇവിടെ അത് നടക്കത്തില്ല, ഇവിടെ ഇത് നടക്കത്തില്ല. ഇവിടെ ഒരു ഗുണ്ടാരാജൊന്നുമില്ല. ഇത് ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലും കേരളത്തിനെ ഭാരതീയ ജനതാ പാർട്ടി സംരക്ഷിക്കാൻ ശ്രമിക്കുക. ഇന്ത്യയിലെ വെള്ളി നക്ഷത്രമാണ് കേരളം. അപ്പൊ കേരളത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ കേരളത്തിന് ഇപ്പോൾ ആളുകളില്ല, എല്ലാവരും പോയി. അവസാന ശ്വാസം വലിക്കുകയാണ് കേരളം. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നുള്ള ഭാരതീയ ജനതാ പാർട്ടി. പൊതുവായി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ എനിക്ക് രണ്ടുപേരോട് ചോദിക്കാനുണ്ട്. UDF പ്രതിനിധിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, ത്രിതല പഞ്ചായത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെയും അവർക്ക് സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരും എല്ലാം അലോട്ട് ചെയ്യുന്ന ഫണ്ട് കൊണ്ടാണ് നടക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് 2-3 പദ്ധതികളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് ലൈഫ്. UDF അധികാരത്തിൽ വന്നാൽ ലൈഫ് ഭവന പദ്ധതി പിരിച്ചുവിടും എന്ന് പറഞ്ഞത് ചെറിയാരുമല്ല, UDFന്റെ കൺവീനർ MM ഹസൻ തന്നെയാണ്. UDF ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ ഇപ്പം 122 വീട് കൊടുത്തു. ആ പദ്ധതി തുടരുമോ എന്നൊന്ന് പറയണം. പെൻഷൻ, സാമൂഹ്യക്ഷേമ പെൻഷൻ ആദ്യമായിട്ട് കേരളത്തിൽ കൊണ്ടുവന്ന് 1980 സഖാവ് EK നായർ സർക്കാരാണ്. 45 രൂപ. അത് പിന്നീട് 60 രൂപയായി, 120 രൂപയായി, 500 രൂപയായി, ഇപ്പോൾ 1600 രൂപയായി. ഒന്നാം ഘട്ടത്തിൽ കൊണ്ടുവന്നപ്പോൾ ശ്രീമാൻ K കരുണാകരൻ പറഞ്ഞു ഇത് പ്രത്യുൽപാദനപരമല്ല. പിന്നീട് AK ആന്റണിയും ഉമ്മൻചാണ്ടിയും വന്നപ്പോൾ ഇത് തടഞ്ഞു വയ്ക്കുകയും വർദ്ധിപ്പിക്കാതിരിക്കുകയും ചെയ്തു. കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ 2ാമത്തെ നേതാവ് ശ്രീമാൻ KC വേണുഗോപാൽ പറഞ്ഞു ഇത് കൈക്കൂലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ കൈക്കൂലി കൊടുക്കുകയല്ലോ. ഇപ്പോൾ എന്താ പറയുന്നത്, 1600 രൂപ എന്നുള്ളത് കൂട്ടാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ UDFന്റെ കൺവീനർ മര്യാദയോട് കാണിക്കരുതെന്ന്. ഇതിൽ UDF പ്രതിനിധിയുടെ അഭിപ്രായം പറയണം. മറ്റൊന്ന് BJP പ്രതിനിധിയോടാണ്. BJPയുടെയോ മോഡിയുടെ ഔദാര്യം കൊണ്ടല്ല കേരളം വെള്ളി നക്ഷത്രമായത്. ആ വികസനത്തിൽ BJPക്ക് യാതൊരു പങ്കുമില്ല. നിങ്ങളില്ലാതിരുന്നുകൊണ്ടാണ് കേരളം ഇത്രയേറെ വികസിച്ചത്. വിദേശത്തേക്ക് പോകുന്ന കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി BJP അല്ല പണിപ്പെടുന്നത്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് അതിനാവശ്യമായ പദ്ധതികൾ കൊണ്ടുവരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾ ഫണ്ട് അനുമതിനെ കുറിച്ച് പറഞ്ഞു. ഒരു വർഷം 91,000 കോടി രൂപ കേരളത്തിൽ നിന്ന് നികുതിയായിട്ട് പിരിച്ചുകൊണ്ട് പോകുമ്പോൾ തിരിച്ചു തന്ന എത്രയാണെന്ന് അറിയാമല്ലോ, 24,000 കോടി രൂപ, കേവലം 25%. അതുകൊണ്ട് BJP കേരളത്തിൽ തരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ബഹുമാനപ്പെട്ട BJP പ്രതിനിധി പറഞ്ഞു ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല. ഇവിടെ നമുക്ക് എങ്ങനെയും ശരിയാക്കാം. മറുപടി ഇവിടെ പറഞ്ഞു പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഇടപെട്ടുകൊണ്ട് മുഴുവനും പറയാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് UDF സമരം നടത്തിയില്ല എന്നാണ് ചോദിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് UDF 6-7 സമരം ഇവിടെ നടത്തി. ആ സമരം അറിയണമെങ്കിൽ ഇപ്പം ഇന്ന് ഈ പറയുന്ന ആരോഗ്യ കേന്ദ്രത്തിലെ സ്റ്റാഫുകളെല്ലാം ഓടി പുറത്തോട്ട് വന്നു. എന്തിനാ പുറത്തോട്ട് വന്നതെന്നറിയാമോ? കടുത്തുരുത്തിയുടെ MLA മോൻസ് ജോസഫ് നടത്തിയ വികസന പ്രവർത്തനത്തെപ്പറ്റി പറയാൻ സമ്മതിക്കില്ല. എന്നാൽ പറയാൻ സമ്മതിക്കണ്ടേ? ഓരോന്ന് പറയുമ്പോൾ പറയാൻ സമ്മതിക്കാത്തതുകൊണ്ട് പറഞ്ഞില്ല. ആ ജാതി പരിപാടികൾ ഞങ്ങളുടെ സമരത്തിലില്ല. ഈ സമരത്തിൽ ചിലപ്പോൾ ഈ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ സമരം നടത്തുമ്പോൾ അറ്റകുറ്റപ്പണിക്ക് ഇപ്പോൾ 40 ലക്ഷം രൂപയാണെങ്കിൽ ഇവിടുത്തെ LDF ഭരിക്കുവാണെങ്കിൽ പഞ്ചായത്തിൻ്റെ അറ്റകുറ്റപ്പണിക്ക് അത് 1 കോടി എത്തിയേക്കാം. കാര്യം എറിയും, കല്ലെറിയും, ഓട് പൊട്ടും, ജനത്തെ അറിയും, പോലീസ് വരും, അറസ്റ്റ് ചെയ്യും, കേസാകും. ഇതാണ് സമരത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ ജനാധിപത്യ രീതിയിൽ ഈ നാട്ടിൽ സമരം ചെയ്യാൻ പഠിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സംസ്കൃതിക്ക് ചേർന്നതല്ലാതെ
അതുകൊണ്ട് തന്നെയാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഐക്യജനാധിപത്യ മുന്നണി അങ്ങനെ ഒരു സമരത്തിന് പോകാത്തത്. രണ്ടാമത് പറഞ്ഞു, ഈ പറയുന്ന റോഡിന് 1.5 ലക്ഷം രൂപ അനുവദിച്ച് 1.5 കോടി രൂപ ലാപ്സാക്കി എന്ന് പറഞ്ഞു. 1.5 കോടി രൂപ ലാപ്സാക്കിയ കോൺട്രാക്ടർമാരോട് ചോദിക്കണം. തലേ കൊല്ലത്തെ പൈസ 5 പൈസ കൊടുത്തിട്ടില്ല. പ്രസിഡന്റ് പറയട്ടെ, തലേ കൊല്ലത്തെ പൈസ ഈ ഗവൺമെന്റ് കൊടുക്കാത്തത് മൂലമാണ് കോൺട്രാക്ടർമാർ വർക്ക് ചെയ്യാത്തതിന്. അതിന് UDF ആണോ ഉത്തരവാദി? UDFന്റെ MLA മാരാണോ മറ്റേ പഞ്ചായത്ത് മെമ്പർമാരാണോ ഉത്തരവാദി? രണ്ടാമത് ഞാൻ ചോദിച്ചു, നിങ്ങളോട് ചോദിക്കുമ്പോൾ ആ ബയോടെക്കിന്റെ കെയർ ഓഫിൽ ഈ വർഷവും 40 ലക്ഷം രൂപ ഈ പഞ്ചായത്തിന്റെ ഖജനാവിൽ നിന്ന് ബയോടെക് സർവീസ് ചെയ്യാൻ കൊടുത്തു. നിഷേധിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, നമുക്കറിയാം ബ്ലോക്ക് പഞ്ചായത്ത് ഞങ്ങൾക്കുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിൽ മെമ്പർ സുബിൻ മാത്യു. കഴിഞ്ഞ 1.5 കൊല്ലക്കാലമായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സുബിൻ മാത്യു 1.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാണിച്ചു. മുളക്കുളത്ത് കീഴൂർ ഡിവിഷനിൽ കാണിച്ചു. ചേട്ടൻ പറയണേ കേക്ക്, ചേട്ടൻ പറഞ്ഞല്ലോ അപ്പച്ച സാർ ഇവിടെ ഒന്നും ചെയ്തിരുന്നില്ലതപ്പോൾ ജോയി ചേട്ടനെ പൂഴ്ത്താൻ വേണ്ടി ചിരിച്ചോണ്ടിരുന്ന ആളാണല്ലോ സാറ്. ചേട്ടൻ ചിരിച്ചോണ്ടിരുന്നു. അപ്പച്ച സാറ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ കേക്ക് ഞാൻ ചിരിച്ചോണ്ടിരുന്ന ആളാണല്ലോ ചേട്ടൻ. അത് സമ്മതിച്ചാണല്ലോ ചേട്ടൻ. എന്നാൽ എനിക്ക് പറയാനുണ്ട്, എൻ്റെ വാർഡിൽ പുളിക്കക്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി 30 ലക്ഷം രൂപ തന്നയാളാണ് അപ്പൻ സാറ്. എനിക്ക് മറക്കാൻ പറ്റൂല ഏട്ടാ. ചേട്ടന് പറഞ്ഞാലും എനിക്ക് മറക്കാൻ പറ്റൂല ഏട്ടാ. ചേട്ടൻ നിൽക്കി, ഞാൻ പറയാം. ചേട്ടൻ നിൽക്കി, ചേട്ടൻ അത് ചേട്ടൻ. രണ്ടാമത്തെ കാര്യം, ചേട്ടൻ നിൽക്കി. ഈ അപ്പച്ച സാറിനെ ചേട്ടൻ മരിച്ചാലും ഞങ്ങൾക്ക് പറയാം. ഞങ്ങളുടെ പ്രദേശത്തൂടെ കടന്നു പോകുന്ന കണ്ണങ്കേരിക്കുന്ന് ചമ്മനംകുന്ന് റോഡിന് 24 ലക്ഷം രൂപ തന്ന അപ്പച്ച സാറ്. ചേട്ടൻ കേക്ക്, ജോയി ചേട്ടൻ കേട്ടാൽ സമ്മതിക്കാതെ ചേട്ടൻ കേക്ക്. അത് പറയുമ്പോൾ ചിരിച്ചോണ്ടിരിക്കരുത്, അതെനിക്ക് പറയാനുള്ളൂ. അങ്ങനെ പറയുമ്പോൾ ചിരിച്ചോണ്ടിരിക്കുന്ന പരിപാടി നിങ്ങൾ നിർത്തണം. പിന്നെ രണ്ടാമത് ആ രീതി ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്പച്ച സാറിനെ മറക്കാൻ പറ്റില്ല. അത് യാഥാർത്ഥ്യം. അന്ന് UDFന്റെ ജനപ്രതിനിധിയായി നിന്ന് ജയിച്ച് ഈ നാടിന് കോടികൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ തയ്യാറായ ഒരു ജനനേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. എന്നും ഞങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കും. ഈ നാടിന് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ ശ്രീ K. അപ്പച്ചൻ സാർ എന്ന് പറയുവാൻ ഞാനിവിടെ ഓർമ്മിക്കുകയാണ്. രണ്ടാമത് പറഞ്ഞു, ഞാനും ഇവിടെ പഞ്ചായത്ത് ഭരിച്ചിട്ടില്ല, എന്തു ചെയ്തുവെന്ന്. എൻ്റെയൊക്കെ നാട്ടിൽ പ്രിയപ്പെട്ട അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പ്രിയപ്പെട്ട TK വാസുദേവൻ നായർ. TK വാസുദേവൻ നായർ അന്ന് UDFന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ അന്നൊരു പ്രശ്നമുണ്ടായിരുന്നു. മിനി ചേച്ചിയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ കുടിവെള്ളമായിരുന്നു ആ നാടിൻ്റെ ഏറ്റവും വിഷയമായ ഒരു പ്രതിസന്ധി ഘട്ടം. ഒരു പഞ്ചായത്ത് മെമ്പറാട്ടോ ഞാൻ. ആ കുടിവെള്ള പദ്ധതി മണ്ണുക്കുന്നിൻ്റെ നിറകയിൽ ടാങ്ക് വെച്ചുകൊണ്ട് കൊടുത്തുകൊണ്ട് ആ പ്രദേശത്തെ മുഴുവനും കുടിവെള്ള വിഷയം പരിഹരിക്കുവാൻ എനിക്ക് സാധിച്ചു. പ്രസിഡന്റ് പറ, അല്ലെങ്കിൽ പഞ്ചായത്തിരിക്കുന്ന പ്രസിഡന്റ് പറ. അന്ന് കണ്ണക്കേരി താഴ്ത്തുനിന്ന് ആശാരിക്കുന്നേൽ തൂക്കം മറ്റം വരെ കുടിവെള്ളം ചുമന്നുകൊണ്ട് പോയ ബിൻചേച്ചിയൊക്കെ ഇവിടെ ഇരിക്കുന്നു. ഇന്ന് അങ്ങനെ വേണ്ട. അതെന്താ കാരണം എന്നറിയാമോ? അത് കാരണം പ്രിയപ്പെട്ട MLA ശ്രീ മോൻസ് ജോസഫ് മുളക്കുളം വെള്ളൂർ വെളിയന്നൂർ കുടിവെള്ള പദ്ധതിയിലൂടെ ഈ നാടിൽ കൊണ്ടുവന്നൊരു വികസന പ്രവർത്തനം കൊണ്ടാ, മറ്റൊന്നുമല്ല. അതിൻ്റെ വിദഗ്ധം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ കുടിവെള്ളം ഇത്രമാത്രം എല്ലാവർക്കും കിട്ടുന്നൊരവസ്ഥയിൽ ഉണ്ടായത്. പണ്ട് മറ്റപ്പള്ളിക്കുന്നൊരു കുടിവെള്ള ടാങ്ക് ഉണ്ടായിരുന്നു. ആ ടാങ്കിൽ നിന്ന് ആർക്കും കിട്ടിയതായിട്ട് നമുക്ക് അനുഭവമില്ല. UDF ഇനി വരുമ്പോൾ എന്താണ് മുന്നോട്ട് വെക്കാനുള്ളത്? UDF ജയിച്ചു വരികയാണെങ്കിൽ ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ UDFയുടെ അധികാരത്തിൽ വരും. നല്ല ആത്മവിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്, ഇവിടുത്തെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കുമുണ്ട്. സംസ്ഥാന ഗവൺമെൻറ് 2026 അധികാരത്തിൽ വരുന്ന UDF ആയിരിക്കും. ആ UDF അധികാരത്തിൽ വന്നപ്പോൾ മുളക്കുളം ഗ്രാമപഞ്ചായത്ത്, നിങ്ങളോട് പറയുന്നു, മുളക്കുളം ഗ്രാമപഞ്ചായത്തിന് ഗവൺമെൻറ് അനുവദിച്ചു തരുന്ന ഗ്രാൻഡ് പണം മാത്രം ഉപയോഗിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനമല്ല. രാജേട്ടൻ പറഞ്ഞ പോലെ കോഴിക്കുഞ്ഞ് മേടിക്കുവാനും മുട്ടക്കോഴി മേടിക്കുവാനും 100 മീറ്റർ റോഡ് ടാർ ചെയ്യുവാനും സൈഡ് കെട്ടി നടക്കുന്ന പരിപാടിയല്ല. മുളക്കുളം ഗ്രാമപഞ്ചായത്തിന് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഈ നാടിന്, ഈ കേരള സംസ്ഥാനത്ത് മാതൃകയായ രീതിയിൽ വികസന പ്രവർത്തനം നടത്തുമെന്നുള്ള കാര്യം ഞങ്ങൾ ഉറപ്പു തരുന്നു. അത് ഞങ്ങൾ ഉറപ്പ്. ഞാൻ പറയുന്നു, ഈ അത്
അത് മാത്രമല്ല വികസന പ്രവർത്തനം എന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല വികസന രണ്ടാമത് ചേട്ടന്റെ കാര്യത്തിനും പറയാം. 1800 ചേട്ടൻ മറുപടി പറയാം. 2800 രൂപ പെൻഷൻ ആയപ്പോൾ പരിഹസിക്കരുത് എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ശരിയല്ലേ? പ്രകടന പത്രികയിലൂടെ 1800 2500 ചേട്ടൻ ഞാൻ പറഞ്ഞിട്ട് ചേട്ടൻ പറയും ചേട്ടാ 2500 രൂപ പ്രകടന പത്രികയിലൂടെ ഈ നാട്ടിലെ ക്ഷേമ പെൻഷൻ അനുവദിക്കാന്ന് പറഞ്ഞപ്പോൾ 4 കൊല്ലം കഴിഞ്ഞപ്പോൾ 2800 പറഞ്ഞാൽ കളിപ്പിക്കല്ലേ നിങ്ങൾ പറയും. കളിപ്പിക്കല്ലേ എന്ന് ഞങ്ങൾ പറയും. 1800 പറഞ്ഞപ്പോൾ കളിപ്പിക്കലല്ലേ ചെയ്യുന്നത്. ഇപ്പോഴത്തെ ആശാ വർക്കർമാർ അവിടെ ഇരിപ്പുണ്ടാവുമോ ഇല്ലയോ? അവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഓടി വന്നേനെ ഇവരുടെ വർത്താനം കേൾക്കുമ്പോൾ. ആ ആശാ വർക്കർമാർക്ക് അത് നിങ്ങളുടെ പ്രകടന പത്രികയിൽ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞു? ആശാ വർക്കർമാരുടെ ഇൻസെന്റേറ്റീവ് കൂട്ടുമെന്ന് എന്തുകൊണ്ട് നിങ്ങളുടെ പ്രതിനിധി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. പ്രകടന പത്രികയിൽ പറഞ്ഞ രണ്ടാം പിണറായി സർക്കാർ പ്രകടന പത്രികയിൽ പറഞ്ഞ 900 കാര്യങ്ങൾ അറിയാമോ? 900 കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മെയ് മാസം വരെ സമയമുണ്ട് ജഫി. അടുത്ത മെയ് മാസം വരെ സമയമുണ്ട്. ഞങ്ങൾ പെൻഷൻ കൂട്ടിക്കൊടുക്കും. എനിക്ക് 900 വേണ്ട. നിങ്ങൾക്ക് ചൊറിയേണ്ട കാര്യമില്ല. വെറും 9 എണ്ണം കേട്ടോ. 900 എനിക്ക് കേൾക്കണ്ട. പ്രകടന പത്രിക തമാശയാണെന്ന് പറഞ്ഞ മുന്നണികളാണ് നിങ്ങൾ രണ്ടുപേരും. ഞങ്ങൾക്ക് തമാശയല്ല. പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? ഒരു മന്ത്രിസഭ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് വെക്കുന്നു. നിങ്ങൾ എതിരഭിപ്രായം പറഞ്ഞല്ലോ. ഇവിടെ വികസനത്തെ കുറിച്ച് പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? പ്രോഗ്രസ് റിപ്പോർട്ട് കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാം ഒരു സംസ്ഥാന സർക്കാരും വരെ അടിച്ചോണ്ട് പോയ ഒരു ഗവൺമെന്റിനെ പറ്റി നല്ല രീതിയിൽ ഈ നാടിന്റെ വികസനത്തെ, ഈ നാടിന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ഈ നാടിന്റെ 2 പഞ്ചായത്തുകൾ ഏറ്റവും കൂടുതൽ രോഗികളെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ഒരു ആതുര സ്ഥാപനമായിരുന്നു 600 കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. അതിനെ വെറും PHCയുടെ താഴെത്തിട്ട് നിലവാരത്തിലോട്ട് കൊണ്ടുവന്ന് ഈ സർക്കാരാ. ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരായിരുന്നു എന്ന് TK വാസുദേവൻ നായർ ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? ഒരു സമരം ചെയ്തിട്ടുണ്ടോ? ആ സംസ്ഥാന നിയമസഭയിൽ ഈ വിഷയം നിങ്ങളുടെ ഏതെങ്കിലും ആരും ഉന്നയിച്ചോ? പ്രിയപ്പെട്ടവനായ ജനകീയ മുഖ്യമന്ത്രി MLA ശ്രീ മോൻസ് ജോസഫ് നിയമസഭയിൽ വീണ ജോർജിനോട് പറഞ്ഞ് അത് ഒരൊറ്റ സെക്കൻഡ് ഒരു ചോദ്യം കൂടി ഇവിടെ ഒരു മിനിറ്റ്. ഇതേ ഞാൻ ചോദിച്ച ചോദ്യങ്ങളിൽ ഏതിനെങ്കിലും ഒരെണ്ണത്തിന് ആർക്കെങ്കിലും മറുപടി പറയാൻ പറ്റിയോ? എന്താണ് ചെയ്തത്? നിങ്ങളെ 32 കോടിയുടെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 14 കോടി 12 കോടി ചിലവാക്കി. ബാക്കിയുള്ള ഫണ്ട് എവിടെ? എന്തുകൊണ്ട് കിട്ടിയില്ല? എന്തിനു വേണ്ടി ബഡ്ജറ്റ് അവതരിപ്പിച്ചു എന്നുള്ളതിന് മറുപടി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതായിരിക്കണല്ലോ വികസനം. രാഷ്ട്രീയം മോഡും ചർച്ച ചെയ്യാം, മൈക്ക് കെട്ടിയ സ്റ്റേജ് ചർച്ച ചെയ്യാം, പെരുവ ചർച്ച ചെയ്യാം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി.
ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. LDF പ്രതിനിധി. ഇത് മാത്രമല്ല, ഇനി അടുത്ത തവണയും തുടർ ഭരണത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മുടെ മുളക്കുളം പഞ്ചായത്തിൽ ഇപ്പോൾ തുല്യം സീറ്റിലാണ് LDF UDP നിൽക്കണേ. ഞങ്ങൾ 3-2 ഭൂരിപക്ഷത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ വരും. ഞങ്ങൾ ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ഇവിടെ തുടങ്ങി വെച്ചിട്ടുള്ളതായ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണമായിരിക്കും അതിനിയും നടത്താൻ പോകുന്നുള്ളതാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ള ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇവിടെ ജെഫി പറഞ്ഞ വേറൊരു കാര്യം, ഓമന MLA എല്ലാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു 600 മുതൽ കടുത്തുരുത്തി മുതൽ പിറവം വരെയുള്ള റോഡിൻ്റെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യണം. ഞാൻ പറയുമ്പോൾ ഒരു ജനപ്രതിനിധിയായാൽ ആ ജനപ്രതിനിധിക്ക് ജനങ്ങളോട് പ്രതിബദ്ധത വേണം. ഞാൻ പറഞ്ഞു ഇതുപോലെയുള്ള ജനപ്രതിനിധികൾ താമസിക്കുന്ന അല്ലെങ്കിൽ വസിക്കുന്ന അവരുടെ മണ്ഡലങ്ങളുണ്ടല്ലോ, പിറവം നിയോജകമണ്ഡലം ഉണ്ടല്ലോ, പാലാ നിയോജകമണ്ഡലം ഉണ്ടല്ലോ, അടുത്ത സമയം മണ്ഡലം ഉണ്ടല്ലോ, ആ മണ്ഡലത്തിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യുക. കടുത്തുരുത്തി പോലെയുള്ള മണ്ഡലം. പിന്നെ തോമസേനോട് പറഞ്ഞ് മോൻസ് ജോസഫ് ഇവിടെ കൊണ്ടുവന്ന പദ്ധതി ഏതെങ്കിലും പഞ്ചായത്ത് മെമ്പർമാർ വല്ല അംഗനവാടിയിൽ പെയിൻ്റ് അടിക്കണതോ ഏതെങ്കിലും കക്കൂസ് കാര്യങ്ങൾ ഉണ്ടാക്കണതിനെ പോയി ഉദ്ഘാടനം ചെയ്യാൻ മതി, അത് എൻ്റെ പദ്ധതിയാണെന്ന് പറഞ്ഞാൽ അത് മറ്റേ ബഷീറിൻ്റെ കഥാപാത്രം പോലെ ആയിപ്പോയി തോമസേട്ടാ. അങ്ങനെയൊന്നും പറയരുത്. ഒരു ചുക്കം വെള്ളൂർ പറയുന്ന ഒരു പദ്ധതി ആരാ കൊണ്ടുവന്നേ? VS അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൽ മോൻസ് ജോസഫ് മന്ത്രിയായിരിക്കുമ്പോഴേ കൊണ്ടുവന്നേ, അല്ല UDP ആണോ കൊണ്ടുവന്നവിടെ? അതെയോ? വെള്ളൂർ വലിയൊരു വെള്ളൂർ വലിയൊരു പദ്ധതി. അപ്പം ഞാൻ ചോദിക്കണം, ഇല്ല തെറ്റില്ല ഇല്ല ഇല്ല. അപ്പം ഞാൻ പറയാം, ആ വെള്ളൂർ വലിയൊരു പദ്ധതിക്കകത്ത് മോൻസ് ജോസഫിന് എന്താ പങ്ക്? അത് വെള്ളൂർ വലിയൊരു പദ്ധതിയുടെ ഭാഗമായി ജലജീവൻ ഇവിടെ ജലജീവൻ മൈക്കിൽ കിട്ടില്ല. ആയിക്കോട്ടെ ഞാൻ മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്റ്റീവൻ ജോർജ് വന്നപ്പോൾ സ്ഥലം എടുത്തു, അത് ശരിയാ.
സ്റ്റീഫൻ ജോസ് തലയെടുത്തുള്ളത് ശരിയാ. അതിന് പദ്ധതി നടപ്പാക്കിയത് എവിടെയാ? പദ്ധതി നടപ്പാക്കിയതാരാ? ഈ പദ്ധതി മുഴുവനും പൂർത്തീകരിച്ചത് ശ്രീ മോൻസ് ജോസഫ് MLA ആണ്. ഞാൻ മുഴുവനും പൂർത്തീകരിച്ചത് പണ്ട് ഒരു തർക്കവും വേണ്ട. വലിയ കാര്യമില്ല. ഞാൻ ഇവിടെ അതായത് MLA ഫണ്ട് എന്ന് പറഞ്ഞാൽ സ്കൂളില് 5 കോടി രൂപയെ കൊടുത്തുള്ളൂ കിഫ്ബിയുടെ ഇതിൽ നിന്നും പോയിട്ട് 2.5 കോടി രൂപ MLA ലാസ്റ്റ് ദിവസം ഫണ്ട് കൊടുത്താണ് അവിടുത്തെ കെട്ടിടം പൂർത്തീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ 1ാം ഘട്ടവും 2ാം ഘട്ടം നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോവുക ഈ പെരുവ ഗവൺമെന്റ് സ്കൂളില്. ഞാൻ പറഞ്ഞു കിട്ടും സന്തോഷം. അതുപോലെ പ്രസിഡന്റ് പറയാന്നേ, പ്രസിഡന്റ് അറിയാലോ. കുമ്മനപ്പാലം 2 കരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. കുമ്മനപ്പാലം 80 ലക്ഷം രൂപയാ MLA ഫണ്ട് കൊടുത്തേക്കണം, ആസ്തി വികസന ഫണ്ട് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ അവരുടെ സ്കൂളിൽ 25 ലക്ഷം രൂപ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് കൊടുത്തേക്കുന്നത്. സർക്കാരുമായി ബന്ധപ്പെട്ടായിരിക്കാം, പക്ഷെ അത് MLA വാങ്ങിച്ചു കൊടുക്കുന്നത്. MLA ബന്ധപ്പെട്ടില്ല വാങ്ങിക്കുന്നത്, സർക്കാരിൽ നിന്നല്ല വാങ്ങിക്കുന്നത്. അതൊന്നും പറയണ്ട, MLA വണ്ടിയുടെ കാര്യം പറയണ്ട. പിന്നെ 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 ഇത് ആരുടെയും വീട് കൊണ്ടാണോ? എന്റെ ജോലി എല്ലിപ്പിനാണോ ഉണ്ട്? നിങ്ങളുടെ ഫണ്ടാണോ? ആരുടെയെങ്കിലും ഫണ്ടാണോ? പിന്നെ രണ്ടാമത് ചോദിച്ചാൽ തർക്കം പറഞ്ഞോട്ടെ. രണ്ടാമത് പറഞ്ഞോട്ടെ, ഇത് ആരുടെ വീട് കൊണ്ടത് ഫണ്ടല്ല. തരം അല്ലെന്നേ, ഈ ഫണ്ടെന്ന് പറയണത് ഈ സർക്കാരിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ നികുതിയാ. ആരുടെ വ്യക്തിപരമായി വീട് കൊണ്ടുവരുന്നില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്കാരന് വീട് കൊണ്ടുവന്ന ഫണ്ടല്ല. അത് അനുവദനീയമായ ഓരോ MLA. അങ്ങനെയാണെങ്കിൽ CPM പാർട്ടി മാത്രം ഭരിച്ചാൽ പോരെ, വേറെ ഒരു MLA വേണ്ടല്ലോ. ഈ പെരുവ ഗവൺമെന്റ് ഹൈസ്കൂള് 1ാം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കടുത്തുരുത്ത് നിയോജക മണ്ഡലത്തിൽ എവിടെയെങ്കിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരടക്കം ഇടപെട്ടതിൻ്റെ ഭാഗമായി പെരുവ ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുവന്നു. ആ സ്കൂളിൽ കൊണ്ടുവന്ന് ഇതിൻ്റെ പണികൾ ആരംഭിക്കുന്ന സമയത്താണ് ഞാനിതിന് സ്കൂൾ PTA പ്രസിഡൻ്റായിട്ട് വന്നത്. ആ സമയത്ത് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ അതിൻ്റെ കെട്ടും മുട്ടും തട്ടും സാധനങ്ങളെല്ലാം കയറ്റിക്കൊണ്ട് കോൺട്രാക്ടർ പോകാൻ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സാധനം കെട്ടിക്കൊണ്ട് പോകുന്നത് ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്കൊരു നയ പൈസ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടുത്തെ LDF അന്നത്തെ BN വാസവനുമായി ബന്ധപ്പെട്ട് ഞാനടക്കം സ്കൂളിലെ പ്രിൻസിപ്പൽ മണിസാർ അടക്കം തിരുവനന്തപുരത്ത് ചെന്ന് അന്നത്തെ രവീന്ദ്ര മാഷ് മന്ത്രിയെ കണ്ട് ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് പെരുവ ഗവൺമെൻറ് സ്കൂളിൽ ഫണ്ട് അനുവദിച്ചത്. ആദ്യം ഞാൻ പെരുവക്കവരെ മൈക്ക് വെച്ച് കേട്ടി പറഞ്ഞവനാ. അത് ഞാൻ പെരുവക്കവരെ പറഞ്ഞല്ലോ 10 വർഷത്തെ വികസന പ്രവർത്തനം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പെരുവക്കവരെ മൈക്ക് വെച്ച് കേട്ടി പറഞ്ഞവനാ. കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വർത്തമാനമുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി പറഞ്ഞ് ഓരോ MLA-മാർക്കും അവർ നിർദ്ദേശിക്കപ്പെടുന്ന സ്കൂളുകൾ ഹൈടെക് സ്കൂളുകളായി ഉയർത്തുവാൻ അംഗീകാരം നടത്തിയത്. അത് പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്, നമ്മുടെ MLA ജോസഫാണ്. പ്രിയമുള്ളവരെ, എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണം നടത്തിയ ഒന്നാമത്തെ അവരുടെ കർമ്മം എന്ന് പറയുന്നത് ഇവിടുത്തെ മാലിന്യ സംസ്കരണമാണ്. അത് ഞാനും കൂടെ ഇരുന്ന സമയത്ത് ഇവിടെ ആ ഖരമാലിന്യ പ്ലാന്റ് 2010 ജൂൺ മാസമാണെന്നോ 23-ാം തീയതി ഉദ്ഘാടനം KM മാണി സാറും മോൻസ് ജോസഫും ഉൾപ്പെടെ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു. അത് കഴിഞ്ഞ് എന്തിങ്ങനെ നിന്നുപോയി. അത് ഉപേക്ഷിച്ചത് എന്താണ്? ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊരു പദ്ധതി അത് ഉപേക്ഷിക്കുന്നത് ശരിയാണോ? അത് അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇനി ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഭരണസമിതി പോകുന്ന സമയത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതേവരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കൂടാതെ ഒരു കാര്യം കൂടി ഈ കുടിവെള്ളത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നമാണ് കുടിവെള്ളം, കരമാലിന്യ സംസ്കരണം. ഇത് ആരും മറന്നു പോകാൻ ഇടയാക്കരുത്. ഇത് അത്യാവശ്യമായിട്ട് നടപ്പാക്കേണ്ട മുൻഗണന കൊടുക്കേണ്ട കാര്യമാണ്. ഒരുപാട് രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ഖരമാലിന്യം മറവ് എല്ലാവരുടെയും സ്റ്റേറ്റിൻ്റെയും പഞ്ചായത്തിൻ്റെ അധികം. പിന്നെ ഒരു കാര്യം, ഇവിടെ കുടിവെള്ളത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരും സംസ്ഥാന സംഘം ഒരുപോലെ നടത്താൻ താല്പര്യപ്പെടാതിരിക്കുന്ന കാര്യമാണ്. അവർ ഫണ്ട് കൊടുക്കാതെ 14 കോടി രൂപ ഇപ്പം കരാറുകാരന് കൊടുക്കാൻ കിടക്കുക. അവനെങ്ങനെ ചെയ്യും? ഇനി ആർക്ക് വെള്ളം കിട്ടും? എവിടെ കിട്ടും? ഇന്നത്തെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്,
ഇഴഞ്ഞിഴഞ്ഞ് ജലജീവൻ പദ്ധതി ആരുടെ വാർത്ത നിങ്ങൾ കേസ് ചെയ്തോ. പക്ഷേ ഇതൊന്നും കാണാതെ പോകരുത്. ഇവിടെ കുടിവെള്ളം വിതരണം ചെയ്യുന്നു. ആർക്കെപ്പം കുടിവെള്ളം കിടന്നു അറിയാൻ പറ്റുമോ? അല്ല, നമുക്ക് ഈ സമയം കൂടുതലായി പോയി. നമുക്ക് അവസാനമായി ഒരാൾക്ക് ഒരു ചോദ്യം കൂടി ഉന്നയിക്കാൻ അവസരം കൊടുത്തോണ്ട് ഒറ്റ ചോദ്യമുള്ളൂ. പ്രസിഡന്റിനോട് ചോദിക്കുകയാണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ പഞ്ചായത്തിൻ്റെ ഫണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അത് നഷ്ടപ്പെടാൻ കാരണം പഞ്ചായത്ത് ഭരണസമിതിയാണോ ഇടതുപക്ഷ സർക്കാരിൻ്റെ ട്രഷറി നിയന്ത്രണം മൂലമാണോ എന്നുള്ള ഒരു ചോദ്യവും, രണ്ടാമത്തെ ചോദ്യം പഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളിൽ പ്രസിഡന്റ് അവതരിപ്പിക്കുന്ന കാര്യങ്ങളിൽ വിയോജനക്കുറിപ്പ് എഴുതുന്നത് പ്രതിപക്ഷ മെമ്പർമാരാണോ CPM പ്രദാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ മെമ്പർമാരാണോ? ഈ രണ്ട് ചോദ്യങ്ങൾ കൂടെ പ്രസിഡന്റ് ഉത്തരം പറയണം. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് അവസാനിപ്പിക്കാം. ആരോടാണ് പ്രസിഡന്റ്? ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ, തിളക്കമാർന്ന പ്രവർത്തനങ്ങളിലൂടെ കേരള സംസ്ഥാനം മുൻപോട്ട് നീങ്ങുന്നുവെന്ന് BJP പ്രതിനിധി ഇവിടെ അടിവരയിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ സർക്കാരിൻ്റെ നല്ല പ്രവർത്തനങ്ങളോടൊപ്പം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അനിശ്ചിതം വളരെ നന്നായി പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടത്തി. അതിനെതിരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞ 5 വർഷം ഒരു ആരോപണങ്ങൾ പോലും ഉന്നയിക്കാൻ കഴിയാതെ ഈ പ്രതലത്തിൽ വന്ന് കേവലം പല്ലും നഖവും കൊഴിഞ്ഞ നിലയിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ച് ഇത്തരത്തിലുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്തിയത് ഖേദകരമാണ് എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് പറയാനുള്ളത്. ചേട്ടൻ ഇതൊന്നും കാണുകയോ കേൾക്കുകയൊന്നും ചെയ്യുന്നില്ല ഇപ്പോഴത്തെ അവസ്ഥ. ഏതെങ്കിലും ഒന്ന് വായിക്കണേ, പ്രസിഡന്റ് പറയട്ടെ. അതുകൊണ്ട് മനസ്സിലായി വായിക്കുന്നുണ്ടെന്ന്. പ്രസിഡന്റ് പറയട്ടെ. ഇവിടെ ബയോടെക്കിന്റെ കാര്യം പറഞ്ഞു. ശരി, നമ്മുടെ ജെബി ജോസഫ് പറഞ്ഞ ബയോടെക് 2010 ഉദ്ഘാടനം ചെയ്തതാണ്. 2015 ഉദ്ഘാടനം ചെയ്തത്. ബയോടെക്കിന്റെ കാലാവധി 15 വർഷം. 15 വർഷം 20 വർഷം കാലാവധിയായി. അതിൻ്റെ മെയിൻ്റനൻസ് പണിക്ക് ഈ വർഷം വന്ന 2,40,000 രൂപയുടെ എസ്റ്റിമേറ്റ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി ഇത് ഞാനല്ല കമ്മിറ്റിയാണ് പറഞ്ഞത്, കമ്മിറ്റി ഞാനിത് അവതരിപ്പിച്ചു. എന്നാലും ബയോടെക്ക് പഴയ പൊഴിഞ്ഞ് കൂടുതൽ ചിലവ് വരും, അതുകൊണ്ട് ഇത് ഒഴിവാക്കിയിട്ട് പുതിയ ബയോടെക് സ്ഥാപിക്കുക എന്നുള്ള തീരുമാനമാണ് കമ്മിറ്റി എടുത്തത്. അന്ന് 15 ലക്ഷം രൂപ മുടക്കി അത് പണിതപ്പോൾ നമ്മൾക്ക് 55 ലൈറ്റ് കത്തിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ലൈറ്റ് കത്താതെയായി. നിങ്ങൾക്കറിയാവുന്ന കാര്യമായത്. അങ്ങനെ വന്നപ്പോൾ 2,40,000 രൂപ മുടക്കിയാൽ ഓരോ വർഷം ചെല്ലും തോറും ഫണ്ട് കൂടുതൽ ചിലവാകുന്നതുകൊണ്ട് അത് വേണ്ട എന്ന് തീരുമാനമെടുത്ത കമ്മിറ്റി. അതുകൊണ്ടാണ് അല്ല, അതിനു വേണ്ടിയാണ് 2 തുമ്പോമഴി അതിന് നമ്മൾ നിർമ്മിക്കുകയുണ്ടായി. 2 തുമ്പോമഴി ബയോടെക്കിന് പകരം മാലിന്യം നിർമ്മിക്കുന്നതിന് വേണ്ടി നമ്മൾ 2 തുമ്പോമഴി സ്ഥാപിച്ചതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തി ഇതിന് പകരമായിട്ട്. അപ്പോൾ നമുക്ക് ആ ബയോടെക്കും നമ്മൾ അത് മാറ്റി വച്ചിട്ടില്ല, അതും നടക്കും. ഇനി അടുത്ത 5 വർഷത്തേക്കുള്ള പദ്ധതി അതുകൂടി പറയാം. LDF അധികാരത്തിൽ വന്നാൽ ഉറച്ച വിശ്വാസം ഞാൻ പറയാം, അധികാരത്തിൽ വന്നാൽ നമ്മുടെ ഞാൻ ഉറച്ച പറയുമല്ലേ, LDF അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് നമ്മുടെ സിവിൽ സ്റ്റേഷന്റെ പണി ആരംഭിക്കും. ഇപ്പോൾ ഞാൻ ദീർഘമായി പറയുന്നു, ഉറപ്പിച്ച് പറയാമോ ഏത് മുന്നണിയിലായിരിക്കുമെന്ന്? അത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ജബി ചോദിച്ചത് വളരെ മോശമായ ഒരു ചോദ്യമാണ്. ജബി ചോദിച്ച ഒരു മോശമായ ചോദ്യമാണ്. ഞാൻ മത്സരിക്കുന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, ജബി ആ ചോദ്യം തെറ്റാണ്, അത് പിൻവലിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. നമുക്ക് ഒരു അവസരം BJPക്കും അവസരം കൊടുത്തില്ല എന്ന് പറയരുത്. BJPക്കും പറയാനുള്ള കൺക്ലൂഷൻ. മുളക്കുളം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മുളക്കുളം പഞ്ചായത്തിൽ നിങ്ങൾ ഇവിടെ പറഞ്ഞ പ്രതിപക്ഷ അംഗങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഞങ്ങൾ മുന്നോട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്. ഭാരതീയ ജനതാ പാർട്ടി മുളക്കുളം പഞ്ചായത്തിൽ അധികാരത്തിൽ വന്നാൽ PM ശ്രീ പദ്ധതി ഓൾറെഡി കേരള ഗവൺമെൻറ് ഒപ്പിടുകയാണ്. PM ശ്രീ പദ്ധതി കേരള ഗവൺമെൻറ് ഓൾറെഡി ഒപ്പിടുകയാണ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽജീവൻ മിഷൻ, PM കിസാൻ സമ്മാൻ നിധി, ജൽ ഔഷധി കേന്ദ്രങ്ങൾ, PM ധ്വനി, ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ്, മുദ്ര ലോൺ എന്നിവയുള്ള ഒട്ടനവധി
പദ്ധതികൾ മുളക്കുളം പഞ്ചായത്തിൽ ഞങ്ങൾ 100% നടപ്പിലാക്കുമെന്ന് ഉറപ്പുവരികയാണ്. നമുക്ക് സമയക്കുറവ് മൂലമാണ്, നമ്മൾ 1 മണിക്കൂർ സമയമാണ്, പക്ഷേ ഇവിടെ 1.5 മണിക്കൂറും അതിലപ്പുറം കടന്നുപോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പല കാര്യത്തിനും നമുക്ക് മറുപടി ലഭിച്ചു, മറുപടി ലഭിക്കാത്ത പല കാര്യങ്ങളുണ്ട്. അത് തുടർന്ന് ദൃശ്യ ന്യൂസിലൂടെ നമ്മൾ ആ കാര്യങ്ങൾ, പൊതുജനങ്ങൾ അവതരിപ്പിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കും. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 മുളക്കുളം പഞ്ചായത്തിൽ ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look, before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു.